അശ്വതി നക്ഷത്രക്കാർ പൊതുവെ കുതിരശക്തി കൂടുതലുള്ളവരാണ്. അതുപോലെ തന്നെ നല്ല ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇൻബോൺ ലീഡർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതായത് ഇവർക്ക് എങ്ങനെ ഭരിക്കണം എന്നുള്ളത് നന്നായിട്ടറിയാം. നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇവരുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇവർക്ക് കുറച്ച് ക്ഷമയും കമ്മിയാണ്, ഒരുപാട് ചിന്തിച്ച് കൂട്ടാറുമുണ്ട്. ഇവരുടെ മൂലസ്ഥാനം അഗ്നിയാണ്. പോരാത്തതിന് ഇവരെ ഭരിക്കുന്നത് കേതുവാണ്. സ്വന്തം സ്നേഹത്തെ കാത്തു സൂക്ഷിക്കാൻ ഏത് തരം സാക്രിഫൈസും ഇവരെന്തായാലും ചെയ്യും. ഇവരുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഭയങ്കരമായിട്ട് പോവാറുണ്ട്. എനിക്ക് വേണ്ടത് എനിക്ക് അറിയണം എന്നുള്ള ഒരു വിചാരമൊക്കെ ഇവർക്ക് നന്നായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇവർക്ക് ഒരു ചെറിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. കാരണം ശാരീരികമായിട്ടുള്ള രോഗം ഉണ്ടെങ്കിൽ അതിൽ വേണിച്ചാൽ പൂർണ്ണമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഒരു പഴയ കാര്യങ്ങൾ റീവിസിറ്റ് ഇവർ ചെയ്യായിരിക്കും. റിലേഷൻഷിപ്പിൽ ഒരു ഡൗട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഈഗോ ക്ലാഷ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, മിസ്കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ജോലി മാറാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. കരിയർ പരമായിട്ട് നിങ്ങൾക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഓവർനൈറ്റ് ഡ്യൂട്ടി, കൂടുതൽ ടൈം, അതുകൊണ്ട് ഇവർ നല്ല ഡൗൺ ആയി. അതുപോലെ സ്ട്രെസ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ്, അതായത് ഹോസ്പിറ്റൽ ചിലവാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഉണ്ടാവുക. പക്ഷെ എന്നാലും എക്സ്പെൻസ് പല ഭാഗത്തുനിന്നും കുറയ്ക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. അത് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ചിട്ടേ പറയാൻ എന്തായാലും പറ്റുള്ളൂ. ഒരു ഡിസിഷൻ ബേസ്ഡ് ബന്ധമായിരുന്നു. ഇനി ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടയോ, അതോ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, ഇനി ഞാൻ മാറണോ, എൻ്റെ കരിയർ മാറ്റണോ എന്നുള്ള ചിന്താഗതി ഭയങ്കര കൂടുതലായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ അവസാനത്തിൽ ഒരു മെൻ്റൽ ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇനി ഞാൻ കാമായിട്ടാണ് മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനമൊക്കെ ഈ ഒക്ടോബർ അവസാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വരാൻ പോണ നവംബർ മാസത്തിൽ ഇവർക്ക് എന്തായാലും ഒരു മാസീവ് പ്രോഗ്രസ് സോണാണ്. അതായത് ഒരു റൈസിങ് മന്താണ്, കരിയർ പരമായിട്ടും ബിസിനസ് പരമായിട്ടും. ഇവർക്ക് ഒരു ജോബ് പ്രൊമോഷൻ ചേഞ്ച്, ന്യൂ റെസ്പോൺസിബിലിറ്റീസ്, ബിസിനസ്സിൽ ഒരു നല്ല പ്രോഫിറ്റ്, പുതിയൊരു കണക്ഷൻ, പുതിയൊരു സ്റ്റാർട്ടപ്പ്, സൈഡ് ഇൻകം, ഇതൊക്കെ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് അടിപൊളി സമയമാണ്. പക്ഷെ കാശിന്റെ വരവ് കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷെ അത് കൂടിയിട്ട് തന്നെ വരുള്ളൂ. എന്നാൽ അതൊരു സ്റ്റഡി ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് എന്തായാലും കൂടുതലും നവംബറിൽ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ സക്സസ് മെല്ലെ ആയതും കൊണ്ട് അതൊരു വിത്ത് പാകണ പോലെയാണ് ഈ നവംബർ മാസം. അതെന്തായാലും നവംബർ മാസത്തിൽ തുടങ്ങിയ ഒരു കാര്യം അത് മെല്ലെ മെല്ലെ വളർന്നു വന്നോളും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഇടപാടുകളിൽ എന്തായാലും പ്രൂഫ് എന്തായാലും നിങ്ങൾക്ക് വേണം. ഡോക്യുമെന്റ് പ്രത്യേകം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വായിക്കുക, ശ്രദ്ധിക്കുക. പേഴ്സണൽ ലൈഫിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. കാരണം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ കിട്ടും. പഴയ ഒരു ക്രഷ് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പഴയ ക്രഷ് ഇങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ള നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ആദ്യമേ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് പ്രശ്നമാവും. അതുപോലെ തന്നെ കല്യാണം കഴിയാത്തവരാണെങ്കിൽ ഒരു മാരേജിൻ്റെ സംസാരം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. 2026 ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ കുറച്ച് ഫേവറബിൾ ആയിട്ടാണ് വരിക. ഇനി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ ഈഗോ ഇഷ്യൂസ് നവംബർ മാസത്തിൽ നന്നായിട്ട് തന്നെ കുറയ്ക്കണം. വൈകുന്നേരം രാത്രി സംസാരം കുറച്ചും കൂടി നല്ലതായിരിക്കും. രാത്രി സംസാരിക്കാതെ ഇരിക്കരുത്. നിങ്ങൾ പാർട്ട്ണറായിട്ട് സമയം കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അത് പേഴ്സണലി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ഷെയർ ചെയ്യണം. രണ്ടുപേരും സ്വഭാവത്തിൽ നൈസ് ഗൈ എന്ന രീതി കാണിക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ പെരുമാറുക, ആ രീതിയിൽ സംസാരിക്കുക. അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ സ്നേഹത്തിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആർഗ്യുമെൻറ്റിലൂടെ വിജയിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് എന്തായാലും ഭാവിയിൽ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മെൻ്റൽ പവർ നല്ല കൂടുതലാണ്. അതുകൊണ്ട് സ്പിരിച്വൽ ഇൻക്ലിനേഷൻ എന്തായാലും ഉണ്ടാവും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ലേസിനെസ് എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ കുറച്ച് കുറയും. ആക്ഷൻസ് ആയിരിക്കും കൂടുതൽ എടുക്കുക. അതുകൊണ്ട് പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. നവംബർ 14 നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ലക്ക് കാണുന്നുണ്ട്. അത് ഏത് വഴിക്കാണ് എന്ത് വഴിക്കാണ് എന്നുള്ള ഇപ്പം പറയാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഇൻകം ആയിരിക്കാം, അതുപോലെ കടം കൊടുത്ത പൈസ ആയിരിക്കാം,
അതുപോലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫേവറബിൾ ആയിരിക്കാം. നവംബർ മാസത്തിൽ എന്തായാലും ലോൺ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ഒരു ആലിഞ്ചോട്ടിൽ മൊബൈൽ ഫോൺ എല്ലാം ഓഫ് ആക്കിയിട്ട് മിണ്ടാണ്ട് ഇരിക്കുന്നത് നന്നായിരിക്കും. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് സംസാരിച്ചിരിക്കുന്നത് നല്ല ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റാമിന എന്തായാലും ഉണ്ടാവും. അതുപോലെ ഹെഡ് ഏക്ക്, ആങ്കർ റിലേറ്റഡ് ഇഷ്യൂസ് അതൊക്കെ എന്തായാലും നവംബറിലും ഉണ്ടാവും. സ്ലീപ്പ് ഇഷ്യൂസ് എന്തായാലും നവംബറിൽ ഉണ്ടാവും. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ചൊവ്വാഴ്ചകളിൽ ചുവപ്പോ അല്ലെങ്കിൽ മെറൂൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് നിങ്ങൾക്ക് എന്തായാലും കോൺഫിഡൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അത് ലീഡർഷിപ്പിൽ, തൊഴിൽ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും മോശം പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കേൾക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അവരെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒക്ടോബറിലുള്ള സ്ട്രഗിള് നവംബറിൽ കുറച്ച് ഫേവറബിൾ ആവും. എന്നാലും കുറേയൊക്കെ സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ക്ഷമ കാണിക്കുകയും ഒപ്പം ഫോക്കസും ചെയ്യുകയാണെങ്കിൽ നവംബറിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവും. നക്ഷത്രം ഭരണി നക്ഷത്രക്കാര് ശുക്രനാണ് ശരിക്കും പറഞ്ഞാൽ ഭരിക്കുന്നത്. ഇവർ പൊതുവെ സർഗാത്മകതയുള്ളവരും നല്ല സ്ഥിരതയുള്ളവരും നല്ല ആകർഷകത്വം ഉള്ളവരുമാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. എല്ലാവർക്കും ഇവരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കലാപരമായിട്ട് അത്യാവശ്യം നല്ല കഴിവുണ്ട്, നല്ല ആകർഷണീയതയുണ്ട്, നല്ല ലക്ഷ്യബോധമുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അമിതമായ ആഗ്രഹം വളരെ കൂടുതലാണ്. നിങ്ങൾ അലസരുമാണ്. പോരാത്തതിന് നിങ്ങൾക്ക് വാശിയും കൂടുതലാണ്. നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ആനന്ദത്തോടെ ജീവിക്കുക, നല്ല സൗന്ദര്യബോധം ഉള്ളവരാവുക, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനാണ് കൂടുതലും ജീവിക്കുക. ഇതാണ് എൻ്റെ ജീവിത മന്ത്രം എന്ന വിചാരവും നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. നിങ്ങളുടെ മനോഭാവം എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ കുറച്ച് പതുക്കെ ചെയ്യുക, എന്നാൽ ഉറപ്പോടെ തന്നെ ചെയ്യുക എന്നൊരു മനോഭാവവും നിങ്ങൾക്കുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ശുക്രന്റെ സ്വാധീനം കാരണം ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പഴയ കടങ്ങളൊക്കെ വേണമെച്ചാൽ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഈ പൈസ കിട്ടിയപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് അതെല്ലാം ചെലവാക്കിയിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് നിങ്ങൾ ഒക്ടോബർ മാസത്തിൽ എന്തായാലും തുടങ്ങണമായിരുന്നു. പിന്നെ വൈകാരികമായ അടുപ്പം, എന്നാൽ ചിലപ്പോഴൊക്കെ സംശയങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. പങ്കാളിക്ക് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾക്ക് ഒക്ടോബറിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവും. വലിയ മാറ്റമില്ലാത്ത ജോലിയിൽ ഒരു സ്ഥിരത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജോലി പോയതാണെങ്കിലും വേറൊരു ജോലി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടും ഉണ്ടാവും. പുതിയ പ്രോജക്റ്റിലേക്ക് ശ്രദ്ധയും കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. വലിയ നിക്ഷേപങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടായിട്ടും അലസത കാരണമോ അല്ലെങ്കിൽ അമിതമായ ജാഗ്രത കാരണമോ പല റിസ്കുകളും നിങ്ങൾ ഒക്ടോബറിൽ ഒഴിവാക്കി. അത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരായി. കാരണം നിങ്ങൾ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്യും, എന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടാവും. ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ജോലി പ്രകാരം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരം ലഭിക്കും. ശമ്പള വർധനവോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട്. കലാപരമായിട്ടുള്ള ജോലികളിലും നിങ്ങൾക്ക് നേട്ടം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ബിസിനസ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് നല്ലൊരു സമയം ഉണ്ടാവും. പുതിയ കരാറുകളിൽ ഒപ്പിടാനും സാധ്യതയുണ്ട്. മാർക്കറ്റിംഗ് തന്ത്രത്തിൽ എന്തായാലും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ആർട്ട്, ഫാഷൻ, ബ്യൂട്ടി എന്നിവയായിട്ടുള്ള ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് നവംബറിൽ നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൽ നിന്നോ ഒരു ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി എന്തായാലും മെച്ചം തന്നെയാണ് ഒക്ടോബറിലെക്കാട്ടിലും. അതിനെക്കാട്ടിലും എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങും. അതാണ് നവംബറിൽ കുറച്ച് പ്രത്യേകത. നവംബറിൽ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ കഴിവുകൾ എന്തായാലും ശ്രദ്ധിക്കും. നവംബറിൽ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും ദീർഘകാലത്തേക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്തെ അനാവശ്യ ഗോസിപ്പുകളിൽ നിങ്ങൾ എന്തായാലും മാറി നിൽക്കണം. അവരെന്തോ പറഞ്ഞോട്ടെ എന്ന് പറയണം. കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോസിന്റെ അടുത്ത് മാത്രം ആത്മാർത്ഥത കാണിക്കുക. നിങ്ങളുടെ ബോസ് പറഞ്ഞ പണി മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ആകർഷണത്വം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് നവംബർ. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി അടുക്കാനും നിങ്ങൾക്ക് കഴിയും. ഇനിയിപ്പം നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ബന്ധം ദൃഢമാവും. പങ്കാളിയോടുള്ള വാശി കുറച്ചാൽ ബന്ധത്തിൽ കൂടുതൽ മധുരം ഉണ്ടാവും. ഒരുമിച്ചുള്ള ദൂരയാത്രകൾക്കും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞാണെങ്കിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാവുകയും ചെയ്യും.
ഗൃഹത്തിൽ സന്തോഷകരമായ അന്തരീക്ഷവും ഉണ്ടാവും. സ്നേഹം പ്രകടിപ്പിക്കാൻ വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിൽ അത് ആവശ്യമാണ്. നിങ്ങൾക്ക് പങ്കാളിക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ബന്ധം ശക്തിപ്പെടുത്തും. നിങ്ങൾ കൂടുതലും സാമൂഹിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ആകർഷകത്വം എന്തായാലും വർദ്ധിക്കും. സൗന്ദര്യബോധം നിങ്ങൾക്ക് ജന്മനാ ഉണ്ട്. അതിലെന്തായാലും കൂടുതൽ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. എന്നാൽ സൗന്ദര്യം നോക്കാതെയും ഇരിക്കരുത്. സ്വന്തം രൂപഭംഗിയിലും വീടിന്റെ ഭംഗിയിലും കൂടുതൽ ശ്രദ്ധ എന്തായാലും നിങ്ങൾ നൽകും. വീട് മോടി പിടിപ്പിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ മനോഹരമായി ജീവിക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെ പറയണതുകൊണ്ട് ആത്മവിശ്വാസം നിങ്ങൾക്ക് എന്തായാലും വർദ്ധിക്കും. അലസത ഒരു പ്രോബ്ലമാണ്. അവസരങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അധ്വാനിക്കാൻ മടി കാണിക്കരുത്. നവംബറിൽ ഭാഗ്യം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. ശുക്രന്റെ സാന്നിധ്യം ശക്തമാണ്. വരുമാനത്തിൽ സ്ഥിരത എന്തായാലും ഉണ്ടാവും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. അനാവശ്യമായ ആഡംബര ചെലവുകൾ എന്തായാലും നിയന്ത്രിക്കുക. നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ദേവീ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ലക്ഷ്മി കടാക്ഷം എന്തായാലും വർദ്ധിക്കും. ശാരീരികമായിട്ട് ആരോഗ്യം എന്തായാലും തൃപ്തികരമായിരിക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. കാരണം അമിതഭാരം വരാണ്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ത്വക്ക് രോഗങ്ങൾ, അലർജി പോലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ എന്തായാലും ശ്രദ്ധിക്കുക. കലാപരമായിട്ടുള്ള ഹോബികളിൽ നിങ്ങൾ ഏർപ്പെടുക. അത് സംഗീതം കേൾക്കുക, വരയ്ക്കുക. ഇത് മനസ്സിന് എന്തായാലും സന്തോഷം നൽകും. വൈറ്റ്, ക്രീം, പിങ്ക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നിങ്ങൾ ഫ്രൈഡേ എന്തായാലും നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം വർദ്ധിക്കും. ആകർഷകത്വം കൂടും. നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. സ്ത്രീ ആണെങ്കിൽ പുരുഷനെ ആരാധിക്കുക, മനസ്സിൽ ആരാധിക്കുക. പുരുഷനാണെങ്കിൽ സ്ത്രീകളെ ആരാധിക്കുക. അവരെ പഴി പറയാണ്ടിരിക്കുക. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സൗന്ദര്യവും പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. വാശിയും അലസതയും ഒഴിവാക്കിയ നവംബറിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിരിക്കും. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിന്റെ റൂളിംഗ് പ്ലാനറ്റ് സൂര്യനാണ്. ഇവരുടെ നേച്ചർ എന്താ വെച്ചാൽ തീവ്രമായ ലക്ഷ്യബോധമുണ്ട്, ശുദ്ധമായ മനസ്സുമാണ്, നേതൃത്വ ഗുണമുണ്ട്. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യം നന്നായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ഇറങ്ങിയ അതിൽ അവർ നല്ല ഫോക്കസ്ഡ് ആയിരിക്കും. നല്ല ധൈര്യമുണ്ട്. കാര്യങ്ങൾ തുടങ്ങാനും പൂർത്തിയാക്കാനുള്ള കഴിവും ഇവർക്ക് നന്നായിട്ടുണ്ട്. ഇവരുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ അമിതമായ ദേഷ്യമാണ്. പോരാത്തതിന് അഹങ്കാരവും നന്നായിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവമാണ്. ഇവരുടെ മുഖ്യ സവിശേഷത എന്താ വെച്ചാൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് തീവ്രമായിട്ട് കത്തുക എന്നാണ് ഇവരുടെ ഒരു മനോഭാവം. പോരാത്തതിന് എപ്പോഴും ഞാൻ എന്ന ഭാവം ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നോ പറയാൻ ഇവർക്ക് വളരെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും നോ പറയാണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തോറ്റു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ കടുത്ത മത്സരം നേരിട്ടു. എതിരാളികളുടെ വെല്ലുവിളികളെ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ നേരിടുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരികയും ചെയ്തു. ഇത് മാനസിക സമ്മർദ്ദം ഉണ്ടായെങ്കിലും സ്വന്തം ശക്തി എന്തായാലും തെളിയിച്ചു. ചില പ്രധാനപ്പെട്ട ദൂരവ്യാപകമായ തീരുമാനങ്ങൾ ഒക്ടോബറിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ജോലിയുടെ സമ്മർദ്ദം കാരണം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഈ കഷ്ടപ്പാടുകൾക്ക് ഇനി ഫലം ഉണ്ടാവണം, ശക്തമായി മുന്നോട്ട് പോകണം എന്നിവയെല്ലാം വിചാരിച്ചിട്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് കരിയറിൽ ശക്തമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ടാവും. മേലധികാരികളുടെ ശ്രദ്ധ എന്തായാലും പിടിച്ചു പറ്റും. ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ചെയ്യും. അത് പറ്റുന്നതാണെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് വിനയത്തോടെ പറയുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിലാണെങ്കിൽ സർക്കാർ കരാറിലോ ഭരണപരമായ കാര്യങ്ങളിലോ ഇടപെടുന്നവർക്ക് എന്തായാലും നേട്ടം ഉണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്തായാലും ഉണ്ടാവും. ലാഭത്തിൽ എന്തായാലും വർധനവും എന്തായാലും ഉണ്ടാവും. പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതെങ്കിൽ ഉന്നത പഠനത്തിനോ ഒരു ഹയർ സ്റ്റഡീസിനോ എബ്രോഡ് യാത്രയ്ക്കോ ശ്രമിക്കുന്നവർക്ക് നവംബർ കുറച്ച് അനുകൂലമാണ്. പുതിയ ജോലിക്കുള്ള ശ്രമം എന്തായാലും വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇത് നവംബർ 21 തീയതിക്കുള്ളിൽ നടന്നില്ലെങ്കിൽ എന്തായാലും അതിൽ തോറ്റുപോകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി എന്തായാലും നവംബറിൽ മെച്ചപ്പെടുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ടുള്ള ഒരു നേട്ടം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും.
സൂര്യൻ്റെ സ്വാധീനം കാരണം നിങ്ങളുടെ നേതൃത്വ പാഠവും എല്ലാവരും അംഗീകരിക്കും. കഠിനാധ്വാനം ചെയ്തതിന് കൃത്യമായ ഫലം ഈ മാസം എന്തായാലും ലഭിക്കും. സഹപ്രവർത്തകരുമായി വിനയത്തോടെ തന്നെ പെരുമാറുക. അനാവശ്യമായി ദേഷ്യപ്പെടുന്നത് എന്തായാലും ഒഴിവാക്കണം. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ശക്തമായ വ്യക്തിത്വമുള്ള ഒരാളുമായി ആകർഷണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. വിവാഹാലോചനകൾക്ക് നല്ലൊരു സമയമാണ്. ഇനി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, അത് ഒഴിവാക്കുക. പങ്കാളിയുടെ ചിന്തകളെ മാനിക്കുക. തുറന്ന സംഭാഷണങ്ങളിലൂടെ തെറ്റിദ്ധാരണകൾ എന്തായാലും നീക്കണം. ഇനി നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പമുണ്ടാകും. എന്നിരുന്നാലും ഈഗോ ക്ലാഷ് വരാതെ ശ്രദ്ധിക്കുക. പിതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധ നൽകുക. ബന്ധങ്ങളുടെ വിജയം വാദിച്ച് ജയിക്കുന്നതിലല്ല കാര്യം, മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്യുന്നതിലാണ്. അതുകൊണ്ട് ദേഷ്യം എന്തായാലും നിയന്ത്രിക്കുക. ഈ നവംബർ മാസത്തിൽ എന്തായാലും ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും. ഏത് കാര്യവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിയമം, ഭരണം, ആത്മീയ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠിക്കാൻ താല്പര്യം എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ എന്തായാലും ഉണ്ടാകും. ഞാൻ ആരുടെയും കീഴിലല്ല, എനിക്ക് വേണ്ടത് ഞാൻ നേടിയെടുക്കും എന്നൊരു ശക്തമായ ഇച്ഛാശക്തി എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ കൊടും. അത് നല്ലതാണ്. തുടക്കമൊന്ന് ഡൗൺ ആയാലും പിന്നെ എന്തായാലും വൃക്ഷം പോലെ വളർന്നു വരും. ചില സമയങ്ങളിൽ അനാവശ്യമായ അഹങ്കാരം വരാതെ ശ്രദ്ധിക്കുക. ഒരു കാര്യവുമില്ല. കാരണം അഹങ്കാരം നിങ്ങളുടെ സംസാരത്തിലുണ്ടാവും. മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താനും സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് ഭാഗ്യം മെച്ചപ്പെടുന്ന ഒരു മാസമാണ്. ധൈര്യപൂർവ്വമുള്ള തീരുമാനങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഗുണമുണ്ടാക്കും. അതുപോലെ പെൻഡിങ് പേയ്മെൻറ്റുകൾ നേരത്തെ ലഭിക്കാനുള്ള പണം ഈ മാസം എന്തായാലും ലഭിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക്, അത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ ആലോചിക്കാൻ പറ്റിയൊരു സമയമാണ്. ആർക്കും കടം കൊടുക്കാതിരിക്കുക. കടം കൊടുക്കരുത്. അതെന്തായാലും നവംബർ മാസത്തിൽ കടം കൊടുത്താൽ കിട്ടുകയില്ല. ഞായറാഴ്ചകളിൽ എന്തായാലും ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്നത് നന്നായിരിക്കും. ഞായറാഴ്ചകളിൽ മാത്രമേ എല്ലാ ദിവസവും ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഊർജ്ജസ്വലത എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ കൂടുതലായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രക്തസമ്മർദ്ദം, കണ്ണിന് ചൂട് മൂലമുള്ള പ്രശ്നങ്ങൾ, ദേഷ്യം കാരണം വരുന്ന തലവേദന എന്നിവ എന്തായാലും ശ്രദ്ധിക്കണം. എരിവും പുളിയും കുറയ്ക്കുന്നത് എന്തായാലും നല്ലതാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അതായത് രാവിലെ പുൽമേടുകളിൽ നടക്കുന്നത് ദേഷ്യം കുറയ്ക്കാൻ എന്തായാലും സഹായിക്കും. ഞായറാഴ്ചകളിൽ സ്വർണ്ണ നിറമോ അല്ലെങ്കിൽ ഓറഞ്ച് ഔട്ട്ഫിറ്റോ എന്തായാലും നിങ്ങൾ ധരിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. അതുപോലെ പാവപ്പെട്ടവന് നിങ്ങൾ ഗോതമ്പ് ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നവംബർ നിങ്ങളുടെ കഠിനാധ്വാനത്തിലുള്ള സമ്മാനം നൽകും. നിങ്ങൾ ജനിച്ചത് ഒരു നേതാവായിട്ടാണ്. ദേഷ്യത്തെ നിയന്ത്രിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയം ഉറപ്പാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അല്ലാതെ ആ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കൂടുതലും റീപ്ലൈ വരാൻ സാധ്യത എന്തായാലും ഇല്ല. കാരണം ഇതൊരു ഓഫീസ് നമ്പറാണ്. സോഷ്യൽ മീഡിയ മാനേജർക്ക് കുറേ വർക്ക്സുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ എന്തായാലും വാട്സപ്പിൽ റീപ്ലൈ തരാൻ എന്തായാലും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും 3 മണിക്കും 6 മണിക്കും ഇടയിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കിട്ടുന്നതാണ്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൻ്റെ പ്ലാനറ്റ് ചന്ദ്രനാണ്. ഇവരുടെ നേച്ചർ എന്താ വെച്ചാൽ സർഗാത്മകതയുണ്ടാവും, നല്ല ആകർഷകത്വം ഉണ്ട്, കുറച്ച് ഇമോഷണലാണ്. ഇവർ ചിലപ്പോൾ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ചിരിക്കും. എല്ലാം കുറച്ച് ഇമോഷണൽ ക്രിയേച്ചറാണ്. എല്ലാവരും ഇമോഷണൽ ക്രിയേച്ചറാണ്. പക്ഷേ ഇവർക്ക് സെൻസിറ്റിവിറ്റിയും കുറച്ച് കൂടുതലാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ സ്ഥിരത എന്തായാലും ഉണ്ടാവും, നല്ല സൗന്ദര്യബോധം ഉണ്ടാവും, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നല്ല കൂടുതലാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ പെട്ടെന്നുള്ള ദേഷ്യം, അസൂയ, അമിതമായ ഭൗതിക താല്പര്യം, ഇതെല്ലാം കുറച്ച് നിങ്ങളുടെ വീക്ക്നെസ്സാണ്. ഇത് ഒരാൾ മനസ്സിലാക്കിയ നിങ്ങളെ അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് വളർച്ചയും സ്മൃതിയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത കുറച്ച് കൈവരിച്ചിട്ടുണ്ടാവും. ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ചിലവർ മാത്രമേ അതിൽ സക്സസ് ആയിട്ടുണ്ടാവുള്ളൂ. കൂടുതലും അൺസക്സസ്ഫുൾ ആയിരിക്കും. കുടുംബകാര്യങ്ങൾക്കും മുൻഗണന എന്തായാലും നൽകിയിട്ടുണ്ടാവും. അമ്മയുമായോ കുടുംബങ്ങളുമായോ വൈകാരിക ബന്ധം എന്തായാലും ശക്തമായിട്ടുണ്ടാവും. ജോലിയിലോ വ്യക്തി ജീവിതത്തിലോ ഒരു മാറ്റം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും.
യാത്രകൾക്ക് സാധ്യതയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ. ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ പേഴ്സണൽ തീരുമാനം പോലെ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ സമാധാനപരവും സുരക്ഷിതവുമായ ഒരു ജീവിതം എനിക്ക് വേണം എന്നൊരു മനോഭാവം നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബർ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് എന്തായാലും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. ശമ്പള വർധനവോ ഇൻസെൻറ്റീവുകൾക്കോ സാധ്യത വളരെ കൂടുതലാണ്. ജോലിയിൽ സ്ഥിരതയും പ്രമോഷനും എന്തായാലും ലഭിക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, കൃഷി, ഭക്ഷണം, ബാങ്കിങ് മേഖലയിൽ എന്തായാലും നേട്ടമുണ്ട്. പുതിയ ഒരു പാർട്ട്ണർഷിപ്പിനും സാധ്യതയുണ്ട്. ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് എന്തായാലും വെരിഫിക്കേഷൻ ചെയ്യുക. കൂട്ടുകാരായിട്ടുള്ള പാർട്ട്നേഴ്സിന് അങ്ങനെ വിശ്വസ്തത കൂടുതൽ പുലർത്താതെ ഇരിക്കുക. നവംബറിൽ പുതിയതായിട്ട് തുടങ്ങാൻ പറ്റിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ പുതിയ തൊഴിൽ അന്വേഷണങ്ങൾക്ക് എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ നിക്ഷേപങ്ങൾ എന്തായാലും ഭാവിയിൽ ലാഭകരമായിരിക്കും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു പുരോഗതിയുണ്ട്. അപ്രതീക്ഷിത ധനലാഭത്തിന് നല്ല സാധ്യതയുണ്ട്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവുകളിൽ അമിതമായി വിശ്വസിച്ച് റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആകർഷണ ശക്തി കൂടുതലുള്ള ഒരു സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ എന്തായാലും ഉടലെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഇൻഫാക്ച്വേഷൻ ആണോ പ്രണയമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തായാലും ഒരു 7 മാസം വേണ്ടി വരും. വികാരപരമായി അടുത്ത വ്യക്തിയെ കണ്ടെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇമോഷണലി ഒരേപോലെയുള്ള ആൾക്കാർ. അതുപോലെ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ പ്രണയത്തിൽ കൂടുതൽ അടുപ്പം, പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ എന്തായാലും മെച്ചപ്പെടും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യം സന്തോഷകരമായിരിക്കും. കുടുംബത്തിൽ പുതിയ സന്തോഷങ്ങൾ, അതായത് കുട്ടി ആഘോഷം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അമിതമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബന്ധങ്ങൾ തെറ്റിദ്ധാരണകൾക്ക് ഇടയാകാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. നവംബർ മാസത്തിൽ മാനസികമായിട്ട് സന്തോഷവും ശാന്തതയും എന്തായാലും നിലനിൽക്കും. വീട് മോടി പിടിപ്പിക്കാനോ പുതിയ വസ്തുക്കൾ വാങ്ങാനോ താല്പര്യം എന്തായാലും കാണിക്കും. പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഭാഗ്യം ധനപരമായിട്ട് മെച്ചപ്പെടുന്ന ഒരു മാസമാണ്. ചന്ദ്രൻ്റെ സ്വാധീനം കാരണം സാമ്പത്തിക ഇടപാടുകൾ എന്തായാലും ലാഭകരമായിരിക്കും. വെള്ളിയാഴ്ച വെളുത്ത വസ്തുക്കൾ, അതായത് അരി, പാല് എന്നിവ ദാനം ചെയ്യുന്നതും ഐശ്വര്യം വർദ്ധിക്കും. പൊതുവെ ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും. എന്നാലും ശ്രദ്ധിക്കേണ്ടത് ജലദോഷം, കഫക്കെട്ട് പോലുള്ള ചന്ദ്രൻ്റെ സ്വാധീനം മൂലമുള്ള രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഭക്ഷണ നിയന്ത്രണം ആവശ്യമാണ്. വെള്ളിയാഴ്ചകളിൽ പാൽ ഉൽപ്പന്നങ്ങൾ ദാനം ചെയ്യുന്നത് ആരോഗ്യം എന്തായാലും മെച്ചപ്പെടും. അത് കുടിക്കുന്നതും ആരോഗ്യം എന്തായാലും മെച്ചപ്പെടും. മകീര നക്ഷത്രം. മകീര നക്ഷത്രത്തിൻ്റെ റൂളിംഗ് പ്ലാനറ്റ് ചൊവ്വയാണ്. ഇവരുടെ നേച്ചർ എന്താ വെച്ചാൽ ഇവർ നന്നായിട്ട് എല്ലാ കാര്യത്തിലും റിസർച്ച് ചെയ്യും. കുറച്ച് ചഞ്ചലമായിട്ടുള്ള മനസ്സാണ്. പോരാത്തതിന് ഇവർക്ക് നല്ല ആകർഷണത്വം എന്തായാലും ഉണ്ട്. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ നോളേജ് തന്നെയാണ്. ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താല്പര്യം ഇവർക്ക് നന്നായിട്ടുണ്ട്. നല്ല ഊർജം ഉള്ളവരും കൂടിയാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ചഞ്ചലമായിട്ടുള്ള മനസ്സാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റാനുള്ള പ്രവണത ഇവർക്ക് വളരെ കൂടുതലാണ്. പോരാത്തതിന് നിങ്ങൾക്ക് സംശയവും കൂടുതലാണ്. നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ തിരയുന്നവരുമാണ്, സ്ഥിരത തേടുന്നവരുമാണ്. ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും തീരുമാനം എടുക്കുന്നതിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങൾ തേടിയിട്ടുണ്ടാവും. അത് വലിയ മണ്ടത്തരമായി പോയിട്ടും ഉണ്ടാവും. കരിയറുമായി ബന്ധപ്പെട്ട യാത്രകൾക്കോ ചുറുചുറുക്കോടെയുള്ള പ്രവർത്തനങ്ങൾക്കോ സാധ്യത എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ബിസിനസ്സിലോ ജോലിയിലോ പുതിയ പങ്കാളിത്തത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം കാരണം ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. ഒക്ടോബർ അവസാന മാസത്തിലെ നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത് ഇനിയുള്ള യാത്ര സുരക്ഷിതവും കൃത്യമായ ലക്ഷ്യത്തിൽ എത്തുന്നതുമായിരിക്കണം എന്നൊരു വിചാരം നിങ്ങൾ എന്തായാലും ഒക്ടോബർ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നവംബർ മാസത്തിൽ നിങ്ങൾ ജോലിപരമായിട്ട് ഗവേഷണവും അന്വേഷണപരമായിട്ടുള്ള ജോലികളിൽ എന്തായാലും ഒരു നേട്ടം നിങ്ങൾക്കുണ്ടാവും. സഹപ്രവർത്തകരിൽ നിന്നും നല്ല പിന്തുണയും നിങ്ങൾക്ക് നന്നായിട്ട് ലഭിക്കും. നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, ഫാഷൻ, ഡിസൈൻ മേഖലകളിൽ എന്തായാലും നേട്ടം ഉണ്ടാവും. ബിസിനസ് വിപുലീകരിക്കാൻ വായ്പകൾ കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നവംബർ മാസത്തിൽ തുടങ്ങാൻ പറ്റിയ കാര്യം എന്ന് പറയാൻ
പുതിയ കോഴ്സുകൾ പഠിക്കാനോ എഴുത്ത് പോലെയുള്ള ഹോബികൾ കരിയർ ആക്കാനോ ഉള്ള ശ്രമം എന്തായാലും വിജയിക്കാൻ സാധ്യത എന്തായാലും നിങ്ങൾക്ക് ഉണ്ട്. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരത നിലനിർത്താൻ എന്തായാലും സാധിക്കും. ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഒരു സജഷൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആകർഷണത്വമുള്ള വ്യക്തികളെ ആകർഷിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തീരുമാനം എന്തായാലും എടുക്കരുത്. ഇനി പ്രണയത്തിലാണെങ്കിൽ സംശയങ്ങളും അനാവശ്യമായ വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുക. പരസ്പരം കൂടുതൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ യാത്രകൾ സന്തോഷം എന്തായാലും നൽകും. പങ്കാളിയുമായി കൂടുതൽ സമയം എന്തായാലും ചെലവഴിക്കുക. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള വെച്ചാൽ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ പങ്കാളികളോട് തുറന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തായാലും ചിന്താശേഷിയും ബുദ്ധിശക്തി എന്തായാലും വർദ്ധിക്കും. പുതിയ അറിവുകൾ നേടാൻ താല്പര്യം കാണിക്കും. അത് പിന്നെ ജന്മസിദ്ധമാണ്. യാത്രകൾ എന്തായാലും ആസൂത്രണം ചെയ്യുകയും ചെയ്യും. ചഞ്ചലമായിട്ടുള്ള മനസ്സാണ്. ധ്യാനം ചെയ്ത കുറേയൊക്കെ അതിന് സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ധീരമായ തീരുമാനങ്ങൾ എന്തായാലും എടുക്കും. ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അനുകൂലമായ സമയമാണ്. അതുപോലെ അമിതമായ ആകർഷണ കാരണം അനാവശ്യമായ ചെലവഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചൊവ്വാഴ്ച ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഭാഗ്യം വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നവംബർ മാസത്തിൽ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല. എന്നാലും ശ്രദ്ധിക്കേണ്ട തലവേദന, അമിതമായ ചൂട് കാരണം വരുന്ന ബുദ്ധിമുട്ടുകൾ, പേശിവേദന എന്നിവ ശ്രദ്ധിക്കുക. ഉറക്കക്കുറവ് വരാതെ ശ്രദ്ധിക്കുക. മിനിമം 8 മണിക്കൂർ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ദിവസം കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ധ്യാനം ചെയ്യുന്ന മാനസികാരോഗ്യം എന്തായാലും നിങ്ങളെ മെച്ചപ്പെടുത്തും. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാരുടെ റൂളിംഗ് പ്ലാനറ്റ് രാഹുവാണ്. ഇവരുടെ നേച്ചർ എന്താ വെച്ചാൽ ഇവർ നന്നായിട്ട് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യും. പക്ഷേ ഇവർ പലപ്പോഴും ഓവർ തിങ്കർ ആവാറുണ്ട്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണവരാണ്. അതുകൊണ്ട് ട്രാവൽ ഇവർക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. നല്ല ക്രിയേറ്റീവാണ്. ടെക്നിക്കൽ സ്കിൽസ് ഇവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇമോഷണലി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയ്യേ ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ തിങ്കിങ് ആണ്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും. ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടും. പലപ്പോഴും സംശയാലു ആവാനും സാധ്യത വളരെ കൂടുതലാണ്. പോരാത്തതിൻ്റെ മൂഡ് സ്വിങ്സ് ഇവർക്ക് നന്നായിട്ടുണ്ട്. മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളൊരു സെൽഫ് മെയ്ഡ് പേഴ്സണാണ്. ജനിച്ചപ്പോൾ മുതൽ തന്നെ ഏത് സ്റ്റേജിലും നിങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും നല്ല കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. പ്രണയത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ഇമോഷൻ അതുപോലെ ലോജിക്കായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല. ചിലപ്പോൾ നല്ല പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവാറുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. നല്ല ഓവർ തിങ്കിങ് ആയിരുന്നു. സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ജോബിലും കരിയറിലും ഡിസിഷൻ എടുക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിൽ നിന്ന് തള്ളിപ്പറയൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇംബാലൻസ്, അതായത് സാമ്പത്തികമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് വേണ്ടി ആയതും കൊണ്ട് അതും കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ അവസാനം എൻ്റെ സമാധാനത്തിന് മുൻതൂക്കം കൊടുക്കണം എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ട്. പക്ഷേ നവംബർ മാസത്തിൽ അങ്ങനെയല്ല. ജോലിപരമായിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പുതിയ സീനിയറിൻ്റെ നിന്ന് നിങ്ങൾക്കൊരു നല്ല റെക്കഗ്നിഷനൊക്കെ എന്തായാലും കിട്ടും. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്മാർട്ടായിട്ട് നിങ്ങൾ സ്ട്രാറ്റജീസ് മെനയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇൻ്റർവ്യൂസിലെല്ലാം ജയിക്കാൻ നല്ല ചാൻസും ഉണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളെ ജയിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലോ ആണ്. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രോത്ത് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ സ്കില്ലിൽ എന്തായാലും കോൺഫിഡൻസ് നിങ്ങൾക്ക് നന്നായിട്ട് കൂടും. ടീമിൻ്റെ നല്ലൊരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കാണുന്നുമുണ്ട്. നിങ്ങൾക്ക് കരിയർ പരമായിട്ടൊരു ഉപദേശം തരികയാണെങ്കിൽ നെറ്റ്വർക്കിങ്ങിൽ നല്ലൊരു പവർഫുൾ മന്ത് തന്നെയാണ് ഇത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു പുതിയ അട്രാക്ഷൻ വരും.
ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, പിന്നെ ആയിരിക്കും അത് പ്രണയത്തിൽ പോവുക. പക്ഷെ ഡിസിഷൻ പെട്ടെന്ന് തന്നെ പറയരുത്. 7 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നിങ്ങൾ അതിനൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ ആൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർ എന്തായാലും ഡൗൺ ആകുമ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് തരും. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരുപാട് ബിഹേവ് ചെയ്യാൻ പാടില്ല. അവരുടെ തണൽ വേണം എന്ന് ആഗ്രഹിക്കാനും ഒരുപാട് പാടുകയില്ല. അതുപോലെ മുന്നേ ഉള്ള ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും, അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ 2 പേര് മാത്രം ഒരു ചെറിയ ട്രിപ്പ് പോകുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഓവറായിട്ട് തിങ്കിങ് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും തന്നെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഓവർ തിങ്കിങ് പരമാവധി അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം നല്ല ക്ലാരിറ്റിയിൽ കറക്റ്റായിട്ട് പറയുക, സത്യസന്ധമായിട്ട് പറയുക. ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അതൊരു പ്രശ്നമേ അല്ല. നവംബർ മാസത്തിൽ നിങ്ങൾക്ക് പൊതുവേ മൈൻഡ് സെറ്റ് എന്തായാലും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവും. ക്ഷമ എന്തായാലും കുറച്ച് കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ വരുന്നില്ലെങ്കിൽ പരമാവധി ക്ഷമിക്കാൻ പഠിക്കുക. ക്രിയേറ്റിവിറ്റി എന്തായാലും കുറച്ച് ആക്ഷനിലോട്ട് തന്നെ മുന്നോട്ട് പോകും. ഞാൻ സ്ട്രോങ്ങറാണ്, അതും കൊണ്ട് എനിക്കെല്ലാം നല്ലതേ വരുള്ളൂ, എന്തും കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കണു എന്നൊരു വിചാരം നിങ്ങൾ എപ്പോഴും ഞാൻ സ്ട്രോങ്ങറാണ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ 12-ാം തീയതി ഒരു ഫിനാൻഷ്യൽ റിലീസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് കൊടുത്ത കട എന്തെങ്കിലും തിരിച്ച് വരുമായിരിക്കും. സൈഡ് ഇൻകം ഐഡിയാസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ലിക്കാവാൻ സാധ്യതയുണ്ട് ചെറിയ തോതിൽ. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്, പെട്ടെന്നൊരു തീരുമാനവും പറയരുത്. അതെന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. പ്രത്യേകിച്ച് ലോണ് പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളൊരു തീരുമാനം എടുക്കാണ്ടിരിക്കേണ്ടത്. ആ മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ഒരു മഞ്ഞ വസ്ത്രം നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും. ഒരു 8 മണിക്കൂർ അതിൽ കൂടുതലോ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ സ്ക്രീൻ ടൈം എന്തായാലും നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കും. എനർജിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അതെന്തായാലും നന്നായിട്ട് തന്നെ പോവുള്ളൂ. വൈകുന്നേരത്തെ നടത്തം നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നവംബർ അവസാനമാകുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കംബാക്ക് തന്നെയാണ്. സ്ലോലി ആയിരിക്കും, പക്ഷേ സ്മാർട്ടായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുക. സമാധാനം ഉണ്ടാവും, ഒപ്പം പ്രഷറും ഉണ്ടാവും. ഫോക്കസ് ചെയ്യുക, അതിൽ പേടി വരാൻ പാടില്ല. പൂയ നക്ഷത്രക്കാരുടെ റൂളിംഗ് പ്ലാനറ്റ് ശനിയാണ്. അവരുടെ നേച്ചർ എന്ന് പറയുന്നത് നല്ല സ്ഥിരതയുണ്ട്, അവർക്ക് ക്ഷമയുണ്ട്, നല്ല സേവന മനോഭാവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധം, മറ്റുള്ളവരെ പരിപാലിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. സ്ഥിരോത്സാഹമുണ്ട്, ആത്മീയ താല്പര്യം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അലസതയാണ്. അതുകൊണ്ട് സംശയരോഗവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. അത് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ ജന്മന അങ്ങനെയാണ്. അമിതമായ മറ്റുള്ളവരെ വിമർശിക്കൽ, അതൊക്കെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ ഒരു മടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടും അതൊന്ന് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പോറ്റി വളർത്തുന്ന ശക്തി, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വിചാരമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് ഡൗൺ ആവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത് കാര്യങ്ങൾ ശ്രദ്ധയോടെ സാവധാനം പൂർത്തിയാക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അത് പറ്റിയെന്ന് വരില്ല. ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തായാലും കഠിനാധ്വാനത്തിന് ഫലം കണ്ടിട്ടുണ്ടാവും. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചിട്ടുണ്ടാവും. അമ്മയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകിയിട്ടുണ്ടാവും. സാമ്പത്തിക സ്ഥിരതയും നിങ്ങൾ എന്തായാലും ഒക്ടോബറിൽ കൈവരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ നവംബറിൽ എന്തായാലും സ്ഥാനക്കയറ്റത്തിന് നിങ്ങൾക്ക് ശക്തമായൊരു സാധ്യതയുണ്ട്. കരിയറിലായാലും ബിസിനസ്സിലായാലും. സർക്കാർ ജോലികൾക്ക് നല്ല സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും നിങ്ങൾക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതും നല്ല സമയമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക്, അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല ലാഭകരമുണ്ട്. പോരാത്തതിന് ഉത്തരവാദിത്തം വർദ്ധിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ദാമ്പത്യ ബന്ധം കൂടുതൽ ആഴത്തിലാകും. പ്രണയിക്കുന്നവർക്ക് നല്ല അനുകൂല സമയമായിരിക്കും. പങ്കാളിയുടെ പൂർണ്ണ പിന്തുണയും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും.
നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വീട്ടിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് പുതിയ വസ്തുക്കൾ, വാഹനം വാങ്ങാൻ സാധ്യത, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യം നിങ്ങൾ നൽകാനും സാധ്യതയുണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഭാഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തികമായിട്ട് സ്ഥിരത എന്തായാലും നിങ്ങൾക്ക് നവംബറിൽ കുറച്ചുണ്ടാവും. ശനിയാഴ്ചകളിൽ ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കുറച്ച് ഭാഗ്യം എന്തായാലും വർദ്ധിപ്പിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവേ ആരോഗ്യം എന്തായാലും നല്ല തൃപ്തികരം തന്നെയാണ്. ചെറിയ പേശീവേദനകൾ വരാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. പുണർദം നക്ഷത്രക്കാരൻ്റെ റൂളിംഗ് പ്ലാനറ്റ് വ്യാഴമാണ്. ഇവർ പൊതുവെ ആത്മീയത, അത്യാവശ്യം ഉദാര മനസ്കത, അറിവിനോടുള്ള താല്പര്യം, ഇതെല്ലാം ഇവർക്ക് നല്ല കൂടുതലാണ്. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദയയാണ്. അതുപോലെ സത്യസന്ധതയുള്ളവരാണ്. നല്ല ഉപദേശം നൽകാൻ ഇവർക്ക് കഴിവുണ്ട്. അതുപോലെ നല്ല ഭാഗ്യമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് ഉപദേശം നൽകാനുള്ള കഴിവേ ഉള്ളൂ. അങ്ങനെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഇവർ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ കാര്യങ്ങൾ പകുതി വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകാനുള്ള പ്രവണത നിങ്ങൾക്ക് നല്ല കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനോടും അമിതമായ പ്രതീക്ഷയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ പ്രതീക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളത് അവിടെ ഇട്ടിട്ട് പോവും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അലസത ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾ നന്മയുടെയും അറിവിൻ്റെയും പ്രതീകമാണ്. അത് പുനഃസ്ഥാപിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പ്രധാന മനോഭാവം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഇവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ലോകത്തും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവരിലും ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തായാലും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കാരണം പല കാര്യങ്ങളിലും കുറച്ച് ഭാഗ്യമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. യാത്രപരമായിട്ട് ജോലിപരമായോ അല്ലെങ്കിൽ തീർത്ഥാടനപരമായിട്ടോ യാത്രകൾക്ക് നിങ്ങൾക്ക് നല്ല സാധ്യതയുണ്ടായിരുന്നു. കുടുംബപരമായിട്ട് കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിങ്ങൾ നിലനിർത്തിയിട്ടുമുണ്ട്. പഠനം എടുത്ത് നോക്കുകയാണെങ്കിൽ പുതിയ അറിവുകൾ നേടാനും പഠിക്കാനും നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒക്ടോബർ അവസാനമായപ്പോൾ നിങ്ങളുടെ മനോഭാവത്തിൽ കുറച്ച് വ്യത്യാസം വന്നു. ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോകാനുള്ള വഴികൾ എന്തായാലും നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നൊരു വിചാരം നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ടീച്ചിങ്, കൺസൾട്ടിങ്, ഫിനാൻഷ്യൽ എന്നീ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടം ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള യാത്രകളിൽ ഗുണകരമാവുകയും ചെയ്യും. പുതിയ പദ്ധതികളിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ സാമ്പത്തികമായ മികച്ച നേട്ടം എന്തായാലും നിങ്ങൾക്കുണ്ടാവും. പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വിദേശപരമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നിങ്ങൾക്ക് നല്ല വളർച്ച എന്തായാലും ഉണ്ടാവും. പുതിയ സ്റ്റാർട്ട് എടുത്ത് നോക്കുകയാണ്, പഠനം തുടങ്ങാൻ, പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ, ഉപദേശം നൽകുന്ന ബിസിനസ് തുടങ്ങാൻ, അതുപോലെ ബിസിനസ് കൺസൾട്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി അത്യാവശ്യം മികച്ച തന്നെയായിരിക്കും. സ്റ്റാറ്റസ് കാണിക്കാൻ എന്തെങ്കിലും ചിലവാക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പൈസ എന്തായാലും ലാഭിക്കാനും പറ്റും. അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ വഴി ധനലാഭം ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. അമിതമായ ആത്മവിശ്വാസം കാരണം റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ലോജിക്കോടെ തിങ്ക് ചെയ്യുക, അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം റിസ്ക് എടുക്കുക. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ വിശ്വസ്തരും അറിവുള്ളവരുമായ വ്യക്തികളുമായി ഒരാകർഷണത്തിന് സാധ്യതയുണ്ട്. വിവാഹാലോചനകൾക്ക് നല്ല സമയമാണ്. പക്ഷെ ആകർഷണം തോന്നി പറഞ്ഞിട്ട് അതാണ് എൻ്റെ പാർട്ട്ണർ എന്നൊന്നും വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ പ്രണയബന്ധങ്ങളിൽ ഐക്യം നിലനിൽക്കും. പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആത്മീയമായ തലത്തിലേക്ക് മാറുകയും ചെയ്യും. ഇനി നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ ബന്ധം കൂടുതൽ സന്തോഷകരമാവും. കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും കുറേയൊക്കെ എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം പങ്കാളിക്ക് ഗുരുതുല്യമായ ഉപദേശം നൽകുന്നത് എന്തായാലും സന്തോഷം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കുകയാണെങ്കിൽ മാനസികമായിട്ട് സന്തോഷം, ശാന്തത എന്തായാലും നിലനിൽക്കും. സഹോദരങ്ങളോടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ എന്തായാലും ശ്രദ്ധ നൽകുകയും ചെയ്യും.
കാര്യങ്ങൾ പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കാനുള്ള പ്രവണത ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ നല്ലൊരു മാസം തന്നെയായിരിക്കും. അതുപോലെ ഭാഗ്യം വളരെ ഉയർന്ന ഒരു മാസമാണ് നവംബർ. വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹവും എന്തായാലും ലഭിക്കും. പെൻഡിങ് പേയ്മെൻറ്റുകൾ ലഭിക്കാൻ സാധ്യത. പുതിയ നിക്ഷേപങ്ങൾക്കും നല്ല സമയം തന്നെയാണ്. അതുപോലെ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്ന ഒഴിവാക്കുക. എന്തായാലും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അവർ എത്ര കെഞ്ചിയാലും നോ എന്ന് പറയാൻ പഠിക്കുക, നോ എന്ന് പറയുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യം വർദ്ധിപ്പിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് ആരോഗ്യം തൃപ്തികരമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം വെക്കാണ്ടിരിക്കാനും നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചിട്ടയായ ഭക്ഷണ രീതി എന്തായാലും പിന്തുടരുക. യോഗ പരിശീലനം എന്തായാലും ആരോഗ്യം നല്ല രീതിയിൽ എന്തായാലും മെച്ചപ്പെടുത്തും. മകൻ നക്ഷത്രം. മകൻ നക്ഷത്രക്കാരൻ്റെ ശരിക്കും അധിപൻ കേതുവാണ്. ഇവരുടെ സ്വഭാവം പൊതുവെ നല്ല റോയൽ മൈൻഡ് സെറ്റാണ്. അതായത് നല്ല റിച്ച് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമാണ്. നല്ല ലോയലും കൂടിയാണ്. നല്ല ലീഡർഷിപ്പും ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റും ഉണ്ട്. സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതും കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ, അത് ആണോ ആയിക്കോട്ടെ പെണ്ണോ ആയിക്കോട്ടെ, അതെന്തായാലും അവരെന്തായാലും നിങ്ങളെ നല്ല രീതിയിൽ ബഹുമാനിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കമാൻഡിങ് പവറാണ്. നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കില്ല, അത് ചെയ്യ് എന്നേ നിങ്ങൾ പറയാറുള്ളൂ. അതുപോലെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ആരുടെയും കീഴിൽ അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടില്ല. നല്ല ക്രിയേറ്റീവ് മൈൻഡ് ഉള്ളവരുമാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോ ആണ്. പലപ്പോഴും നിങ്ങൾ നല്ല പിടിവാശി കാണിക്കാറുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഇംബാലൻസ് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ ഞാൻ ഒരു ലെഗസി ഉണ്ടാക്കാൻ വന്നാണ്, ഒരു ത്രോൺ, ഞാൻ രാജാവാണ് എന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും. അതുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തി സംസാരിച്ചു നിങ്ങൾക്കത് സഹിക്കില്ല. നിങ്ങളുടെ ഹീഗോന് ഏർട്ടാവും. നിങ്ങൾ വേണിച്ച ഒരു കരിയർ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് വേണിച്ച ഒരു റിവഞ്ച് എടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുമാത്രമല്ല വർക്ക് റെസ്പോൺസിബിലിറ്റി പ്രഷർ ഒക്കെ നിങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ നല്ല ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറ്റൻഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, പോരാത്തതിന് നിങ്ങൾക്ക് സംശയരോഗവും നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബറിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒക്ടോബറിൽ വന്നിട്ടുണ്ടാവും. രാത്രി ഉറക്കമില്ലായ്മ, അത് ഓവർ തിങ്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒക്ടോബർ മാസം അവസാനമാകുമ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും. എൻ്റെ മനസ്സിൻ്റെ വില അത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഫിലോസഫിയൊക്കെ നിങ്ങൾ എന്തായാലും ഉണ്ടാവും. ആ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള സിനിമകളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ നവംബർ മാസത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഒരു റെക്കഗ്നിഷൻ എന്തായാലും കിട്ടും. അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്നും അതെന്തായാലും ഉണ്ടാവും. ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പുതിയ ക്ലയൻസ് എന്തായാലും വരികയും ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റും നിങ്ങൾക്ക് എന്തായാലും വരും. ക്രിയേറ്റീവ് ഫീൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്പോട്ട് ലൈറ്റ് മൊമെൻറ്റ്സ് എന്തായാലും ഉണ്ടാവും. ജോബ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. പക്ഷെ ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ട് മാത്രം ഇവിടുന്ന് റെസിഗ്നേഷൻ എഴുതാൻ പാടുള്ളൂ. അല്ലാണ്ട് എടുത്ത് ചാടിയിട്ട് റെസിഗ്നേഷൻ എഴുതിയിട്ട് വേറെ ജോലിക്ക് ശ്രമിക്കരുത്. അത് ചിലപ്പോൾ അവതാളത്തിലാവും. ഫേവറബിൾ ആണെന്നുള്ളൂ, അത് കിട്ടുന്ന ഉറപ്പ് എന്തായാലും ജാതകപ്രകാരം പറയുന്നില്ല. നിങ്ങളുടെ ഐഡിയാസ് എല്ലാവരും ശ്രദ്ധിക്കാൻ എന്തായാലും തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം കൺട്രോൾ ചെയ്യുക, പ്രൊഫഷണലിസം നന്നായിട്ട് കാണിക്കുക. അതുകൊണ്ട് എന്തായാലും പെട്ടെന്നൊരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. റിലേഷൻഷിപ്പ് പ്രകാരം അട്രാക്ഷൻ പ്ലസ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് റൊമാൻസിൽ എന്തായാലും എത്തുകയുള്ളൂ. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ ഉണ്ടാവും. അത് വർക്കാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ എന്നാലും ഒരു 7 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അവരോട് സംസാരിക്കാനല്ല, ഒരു തീരുമാനത്തിലെത്താൻ. എന്ന് പറഞ്ഞാൽ ഇവൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു 7 മാസത്തിന് ശേഷം മാത്രമായിരിക്കും. അതുപോലെ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. പൊസസീവ്നെസ് റെഡ്യൂസ് ചെയ്യണം, സംശയരോഗം കാണിക്കരുത്. എന്നാൽ നിങ്ങളത് സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുകയും വേണം, അവിടെ നിരീക്ഷിക്കുകയും വേണം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇമോഷണലി നല്ല ക്ലോസ് തന്നെ ആയിരിക്കും.
ഫാമിലി പ്ലാനിങ് ഒക്കെ എന്തായാലും നല്ലൊരു പോസിറ്റീവ് സിഗ്നൽ തന്നെയായിരിക്കും. നിങ്ങളുടെ കീ ലൈൻ എന്ന് പറയുന്നത് ഈഗോ നിങ്ങൾ വിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രണയത്തിൽ വിജയിക്കും. എന്നും പറഞ്ഞിട്ട് റെസ്പെക്റ്റ് വിട്ടു കൊടുക്കരുത്. നിങ്ങളുടെ ഈഗോയും റെസ്പെക്റ്റും എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം എന്തായാലും തിരിച്ചു കിട്ടും. ഒരു ഡ്രീം പ്ലാനിങ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിലെന്തായാലും ആക്ഷൻ മോഡ് നല്ല രീതിയിൽ ഓൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഡ്രാമ നിങ്ങൾ നന്നായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ ഒരു കാര്യത്തിൻ്റെ പിറകെ ഓടില്ല, ഞാൻ ഒരു കാര്യം ചൂസ് ചെയ്യുകയുള്ളൂ. ഇത് പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സാധാരണ സക്സസ് ഉണ്ടാവാറുള്ളൂ. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നവംബർ മാസത്തിൽ സാലറി നിങ്ങൾക്ക് എന്തായാലും ഇൻക്രീസ് ആവും. അതുകൊണ്ട് ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കൂട്ടിയിട്ട് നിങ്ങൾ ആ കാശെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് നവംബർ 21 തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടാവുകയും ചെയ്യും. ഓവർ എക്സ്പെൻസ് അവോയ്ഡ് ചെയ്യുക, കടം വാങ്ങാതിരിക്കുക, സ്മാർട്ട് സേവിങ്സ് ആദ്യം തന്നെ തുടങ്ങുക. നവംബറിലെ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ശബരിമലയിൽ പോയിട്ട് തൊഴുകുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലവേദന അത്യാവശ്യം എപ്പോഴും ഉണ്ടാവും. നവംബർ മാസത്തിൽ ചെസ്റ്റ് പെയിനും ഉണ്ടാവും. അത് ദേഷ്യം കൊണ്ട് വരുന്ന ചെസ്റ്റ് പെയിനാണ്. അതുപോലെ ബാക്കിയുള്ള ഫിസിക്കൽ എനർജിക്കൊന്നും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എന്തായാലും നന്നായിട്ട് തന്നെ പോകുള്ളൂ. നിങ്ങൾ എന്തായാലും കൂടുതൽ ഉറങ്ങുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരം ഫ്രൂട്ട്സ് ശീലാക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ പവർ ഐഡൻറ്റിറ്റി തിരിച്ചറിയപ്പെടുന്ന ഒരു മാസമാണ് ശരിക്കും പറഞ്ഞാൽ നവംബർ. അതുകൊണ്ട് റെസ്പെക്റ്റ് ആരുടെ അടുത്തും ചോദിക്കരുത്, അത് ഏൺ ചെയ്യാൻ പഠിക്കുക. പൂരം നക്ഷത്രത്തിൻ്റെ ഗ്രഹാധിപതി ശുക്രനാണ്. അതുകൊണ്ട് ആൾറെഡി ഇവർ എപ്പോഴും നന്നായിട്ട് തന്നെ ജീവിക്കാറുള്ളൂ. ഇവരുടെ സ്വഭാവം പൊതുവേ ഇവർ നല്ല സൗന്ദര്യമുള്ളവരാണ്, സൗന്ദര്യം നന്നായിട്ട് നോക്കുന്നവരാണ്, നല്ല ചാമിങ് ആണ്, നല്ല ഇമോഷണൽ ആർട്ടിസ്റ്റുമാണ്. നിങ്ങൾ നല്ല മാനിപ്പുലേറ്ററുമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ്. മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ പ്രണയിപ്പിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ നല്ല ക്രിയേറ്റീവാണ്, കമ്മ്യൂണിക്കേഷനുമാണ്. മറ്റുള്ളവരെ നിങ്ങളെ നന്നായിട്ട് റെസ്പെക്റ്റും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇൻബോൺ ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഓവർ ലവ്, ഓവർ കെയറിങ്, പൊസസീവ്നെസ് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല പ്രശ്നമാവാറുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഹേർട്ട് ആവുകയും ചെയ്യും. നിങ്ങളുടെ ജാതകത്തിൽ റൊമാൻസ് പ്ലസ് ടാലൻറ്റ് പ്ലസ് റോയൽ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല സ്മൂത്ത് ആയിരിക്കും. അറ്റൻഷൻ മറ്റുള്ളവരിൽ നിന്ന് നാച്ചുറലി നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ലഭിക്കും. കാരണം നിങ്ങൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ലവ് ബേസ്ഡുള്ള ഡിസിഷൻസ് എടുക്കണതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അതെന്തായാലും ശ്രദ്ധിച്ചവർക്ക് നല്ലതായിരിക്കും, അല്ലാത്തവർക്ക് എന്തായാലും കയ്യിൽ നിന്ന് പോയിണ്ടാവും. വർക്ക് പ്രഷറും ഉണ്ടായിണ്ടാവും. പോരാത്തതിന് നിങ്ങൾ അലസതയും കാണിച്ചു. ആ ഒരു 2 പ്രശ്നവും എന്തായാലും ഒക്ടോബറിൽ നിങ്ങൾക്ക് ഉണ്ടായിണ്ടാവും. ഫ്രണ്ട്ഷിപ്പിൽ എന്തായാലും ഒരു ഫ്ലർട്ടിംഗ് ഒക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കേണ്ട, അതൊക്കെ റെഡിയാവും. ആരോഗ്യപരമായിട്ട് എനർജി കുറച്ച് ഡൗൺ ആയിട്ട്, ഫിനാൻഷ്യലിയും കുറച്ച് നിങ്ങൾക്ക് എന്തായാലും ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസത്തിൽ അവസാനം നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളുടെ അടുത്ത് പറയും, എനിക്ക് വാല്യൂ തരുന്നവരുടെ അടുത്ത് മാത്രമേ ഞാൻ ഇനി എനിക്കെല്ലാം കൊടുക്കുന്നുള്ളൂ എന്നൊരു തീരുമാനം നിങ്ങൾ എന്തായാലും എത്തും. ഈ നവംബർ മാസത്തിൽ നിങ്ങൾ ക്രിയേറ്റീവ്, മീഡിയ, ബ്യൂട്ടി എന്നീ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും. ഒരു സ്പോട്ട് ലൈറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. വേറെ ഓരോ ജോബിലോ ആണെങ്കിൽ കുറച്ച് അപ്രിസിയേഷൻ കിട്ടും. ഒരു പുതിയ ടാസ്കും എന്തായാലും കിട്ടും. പറ്റുകയാണെങ്കിൽ മാത്രം പറ്റുമെന്ന് പറയുക, പറ്റുന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുക. ബിസിനസ്സിലാണെങ്കിൽ കസ്റ്റമർ അട്രാക്ഷൻ എന്തായാലും ഇൻക്രീസ് ആവും. അവരെ എങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇൻ്റർവ്യൂ എന്തായാലും നല്ല ഫേവറബിൾ ആയിട്ട് തന്നെ കാണുന്നത്. അതിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കിയാൽ എന്ന് മാത്രം മതി. എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. നിങ്ങളുടെ അറിവ് വെച്ചിട്ടാണ്, നിങ്ങളുടെ ടാലൻറ്റ് വെച്ചിട്ടാണ്. അത് ഇമ്പ്രൂവ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ലേസിനെസ് എന്തായാലും റെഡ്യൂസ് ചെയ്യുക. സക്സസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആയിക്കോളും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു സ്ട്രോങ് അട്രാക്ഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് അത് ആൾറെഡിയെ നിങ്ങളെ നന്നായിട്ട് നോട്ടീസ് ചെയ്ത ഒരാൾ തന്നെ ആയിരിക്കും. അത് ഇങ്ങോട്ട് വന്നിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ക്ലൂ തരും ആരാ എന്താ എന്നൊക്കെ. പ്രണയത്തിലാണെങ്കിൽ റൊമാൻറ്റിക് കണക്ഷൻ എന്തായാലും ഗ്രോ ചെയ്യും. ഓവർ പൊസസീവ്നെസ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ സ്വീറ്റായിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നല്ല ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്തായാലും ഉണ്ടാവുകയും
അതുപോലെ ട്രാവല്, സെലിബ്രേഷൻ ചാൻസസ് എന്തായാലും ഉണ്ടാവും. അതിന് നന്നായിട്ട് സഹകരിക്കുക. അതിനെന്തായാലും നിങ്ങൾ സഹകരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഒരു കീ ലൈൻ പറയണത് പ്രണയം എന്ന് പറയുന്ന ഒരു സ്വീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാണ്ട് അതൊരു പ്രഷറല്ല. കോൺഫിഡൻസ് എന്തായാലും നവംബറിൽ കുറച്ച് ബൂസ്റ്റപ്പ് തന്നെയായിരിക്കും. അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യണം കൊണ്ടാണ്. അതെന്തായാലും ക്രിയേറ്റിവിറ്റി എന്തായാലും തിരിച്ച് കിട്ടിയ പോലെ ഒരു തോന്നൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പോസിറ്റീവ് സർക്കിൾ എൻട്രി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങളുടെ ഇന്നർ തോട്ടിൽ എപ്പോഴും ഉണ്ടാവും, ഞാൻ ലവബിൾ ആണെന്ന് എനിക്ക് എപ്പോഴും അറിയാം എന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പുതിയൊരു ഇൻകം, ഒരു ഗിഫ്റ്റൊക്കെ വരും. അതെന്തായാലും നവംബർ അവസാനത്തോടെ വരുള്ളൂ. വരികയാണെങ്കിൽ തന്നെ 21-ാം തീയതിക്കുള്ളിൽ വരും, ഇല്ലെങ്കിൽ എന്തായാലും വരില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ആർഭാട സാധനങ്ങൾ വാങ്ങണം കൊണ്ട്, ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൈസ ചിലവ് എന്തായാലും ഉണ്ടാവും. അതുപോലെ കടം വാങ്ങരുത്, അതെന്തായാലും തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടും. അതുപോലെ കടം കൊടുക്കുകയും ചെയ്യരുത്. കടം പറ്റില്ല, ഇല്ല എന്ന് തന്നെ പറയുക. ഓൺലൈൻ ഇൻകം നല്ലൊരു പോസിബിലിറ്റിയാണ്, അതിനെന്തായാലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ വെള്ള പൂക്കൾ അർപ്പിക്കുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മൈഗ്രെയിനും ഇമോഷണൽ ഇംബാലൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂഡ് ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. ബ്യൂട്ടി ഗ്ലോ അതുപരമായിട്ടൊന്നും പ്രശ്നമില്ല, അതെന്തായാലും ഇമ്പ്രൂവ് ആവുകയേ ചെയ്യുള്ളൂ. ഡാൻസ് ഒക്കെ ചെയ്യണ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. സ്ട്രെസ് എന്തായാലും നിങ്ങൾക്ക് കമ്മിയാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുമ്പോൾ നിങ്ങളുടെ സക്സസും ലവ് എന്തായാലും ഒരുമിച്ച് തന്നെ വരും. ഉത്തരം നക്ഷത്രക്കാരൻ്റെ അധിപൻ ശരിക്കും പറഞ്ഞാൽ സൂര്യനാണ്. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ല റെസ്പോൺസിബിൾ ആണ്, നിങ്ങൾ നല്ല ഹോണസ്റ്റ് ആണ്, നിങ്ങൾ നല്ല ഗൈഡിങ് നാച്ചർ ഉള്ളവരുമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല സ്റ്റെബിലിറ്റി ഉള്ളവരാണ്, എന്തായാലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണവരുമാണ്. ഒരു തീർപ്പ് എന്തായാലും നിങ്ങൾ കൽപ്പിക്കുക, ഒരു ജസ്റ്റിസ് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുക. നല്ല കൺസിസ്റ്റൻസി ഉണ്ട്, അതുകൊണ്ട് വൈകിയാലും നിങ്ങൾക്കൊരു സക്സസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യേണ്ട ജോലി അത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്യുക. കർമ്മണ്യവാധികാരസ്ഥ അത് എപ്പോഴും മനസ്സിലിരിക്കട്ടെ. കർമ്മമാണ് പ്രധാനം, റിസൾട്ട് ഒരിക്കലും നോക്കരുത്. ദുർബലത എന്ന് പറയുന്നത്, അതായത് വീക്ക്നെസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓവർ റെസ്പോൺസിബിൾ ആവും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഓവർ റെസ്പോൺസിബിൾ ഒന്നും ആവണ്ട. എപ്പോഴും സ്വന്തം കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ എപ്പോഴും കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് ചിലവാക്കണം എന്നുള്ള തോന്നലും ഉണ്ടാവും, അതൊന്നും പാടില്ല. ഇതൊക്കെ നിർത്തിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചൊരു കുടുംബം, ബന്ധം, ഇതൊക്കെ എൻ്റെ കടമയാണ് എന്നുള്ളൊരു വിചാരമുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ അത് എല്ലായിടത്തും തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെസ്പോൺസിബിലിറ്റി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ ജീവിതത്തിൽ സ്ലോ ആൻഡ് സ്റ്റഡി അച്ചീവേഴ്സാണ്. ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടിപ്പോയി, അത് ആവശ്യമില്ലാണ്ട് നിങ്ങൾ തലമണ്ടയിൽ കയറ്റി വെച്ചതാണ്. കുടുംബത്തിനും ഫ്രണ്ട്സിനും പ്രയോറിറ്റി കൊടുത്തു, അതുകൊണ്ട് സമയനഷ്ടം ഉണ്ടായി. അതിങ്ങനെ പാടില്ല. നിന്റെ കാര്യത്തിന് തന്നെ കൂടുതൽ പ്രയോറിറ്റി എന്തായാലും നീ കൊടുക്കണം. അതുപോലെ കരിയറിൽ ഡിസിഷൻ, അതും കുറച്ച് നല്ല തീരുമാനം തന്നെയായിരുന്നു എടുത്തത്. ഇമോഷണലി കുറച്ച് സപ്രസ്ഡ് ആയിട്ടുണ്ടാവും, അതെന്തായാലും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സ്ലീപ്പും ടെൻഷൻ മിക്സും അതെന്തായാലും ഉണ്ടായിട്ടുണ്ട്. ടെൻഷൻ ഇനി ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല, അതെന്തായാലും റെഡി ആവുകയായിരുന്നു. ഇനി ഒക്ടോബർ അവസാന മാസത്തിൽ നിങ്ങൾ എന്തായാലും ഒരു റിയലൈസേഷനിൽ എത്തിയിട്ടുണ്ടാവും, ഞാൻ എന്നെ കെയർ ചെയ്യേണ്ട സമയമായി എന്നുള്ളത്. ഒരുപാട് അവർക്ക് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളില്ലാതായി പോവും എന്നേ ഉള്ളൂ. ഈ നവംബർ മാസത്തിൽ ജോലി പ്രകാരം നിങ്ങൾക്ക് എന്തായാലും അതോറിറ്റി എന്തായാലും ഇൻക്രീസ് ആവും. അപ്രീസിയേഷൻ കിട്ടണം കൊണ്ട് കൂടുതൽ റെസ്പോൺസിബിൾ ആവരുത്. പറ്റുന്ന പണിയാണെങ്കിൽ മാത്രം ചെയ്യുക, പറ്റിയിട്ടില്ലെങ്കിൽ പറ്റില്ല, നോ എന്ന് പറയാൻ നിങ്ങൾ പഠിക്കുക. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് നല്ല ട്രസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രോഫിറ്റ് ഇൻക്രീസ് ആവാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ ജോബ് നോക്കണവർക്കാണെങ്കിൽ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. വർക്ക് ലോഡ് കൂടുകയും ചെയ്യും, പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ റിസൾട്ട് വരികയും ചെയ്യും. ഇനിയിപ്പോൾ അതിൽ റിസൾട്ട് വരുന്നില്ലെങ്കിൽ ഇല്ല പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്നാലും അവസാനം വരെ നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ ലീഡർഷിപ്പിൽ നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ, അത് മറ്റുള്ളവർ കുറ്റം പറയുകയാണെങ്കിൽ അത് ബോധേഡ് ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു മെച്ചോർഡ് അട്രാക്ഷൻ ഉണ്ടാവും. അത് വേണിച്ചൊരു കല്യാണത്തിൻ്റെ സംഭാഷണത്തിലേക്ക് പോയി എന്ന് വരാം, പക്ഷെ അതിൽ വലിയ യൂസ് ഉണ്ടാവുമെന്ന് ഇപ്പം എന്തായാലും പറയാൻ പറ്റില്ല. പ്രണയത്തിലാണെങ്കിൽ സ്റ്റേബിളായിട്ട് തന്നെ ഇപ്പം എങ്ങനെ പോകണം അങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ പോവും. ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ പാടില്ല, അതൊന്ന് റെഡ്യൂസ് ആക്കുക. നല്ല ഹാപ്പി കണക്ഷൻ എന്തായാലും അപ്പോൾ ഉണ്ടാവും.
കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലീൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടാവും, സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെ മനസ്സിലാക്കും. അതുപോലെ വർക്ക് സ്ട്രെസ്സ്, അതുപോലെ ചെറിയ അടികൂടൽ, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രണയം നിങ്ങൾ തുറന്ന് കാണിക്കാൻ എപ്പോഴും ശ്രമിക്കണം. അത് ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമല്ല, സ്നേഹം കാണിക്കേണ്ട ഒന്നാണ്. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതൊന്നും ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് റെസ്പോൺസിബിൾ ആണെന്ന് വിചാരിക്കരുത്, അത് കാണിക്കുക. ഡിസിപ്ലിൻ ഇൻക്രീസ് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ഇമോഷണലി അടഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് തുറക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു സ്ട്രോങ് ആണെന്നല്ല വിചാരിക്കേണ്ടത്, എനിക്കും വാല്യൂ ഉണ്ട് എന്നാണ് എപ്പോഴും വിചാരിക്കേണ്ടത്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സാലറിയും സേവിങ്സ് ഒക്കെ എന്തായാലും ബെറ്റർ ആവും. ഫാമിലി പ്രയോറിറ്റി അതൊരു ഡിസ്കഷനിൽ എന്തായാലും വരികയും ചെയ്യും. വെറുതെ ആൾക്കാരെ സഹായിക്കാനൊന്നും നിൽക്കരുത്, അങ്ങനെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക, പറ്റുന്ന കാര്യമാണെങ്കിലും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണമുണ്ടാവുക. അതുപോലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് എന്തായാലും ഉണ്ടാവും, അതെന്തായാലും നല്ലൊരു സമയം തന്നെയാണ്. എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും സൂര്യ നമസ്കാരം രാവിലെ ചെയ്യുന്നത് നന്നായിരിക്കും. അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്യുത്തമം. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്ക് പെയിന് എന്തായാലും ഉണ്ടാവും, ഷോൾഡറിലും പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ടാവും, ഡൈജഷനിലും കുറച്ച് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. ഓവറാൾ സ്റ്റാമിനയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അതൊക്കെ സാരമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി നേരത്തെ കടന്നുറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നവംബർ മാസം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണ ഒരു മാസമാണ്. കാമായിട്ടിരിക്കുക, അധികാരം എന്തായാലും നിങ്ങളെ രക്ഷിച്ചിരിക്കും. അനിഴ നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. ഇവരുടെ സ്വഭാവം, ഇവർ ലോയലാണ്, നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല ഡിറ്റർമിനേഷൻ ഉള്ളവരാണ്. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതുപോലെ തന്നെ ഇവർ നല്ല ചാമാണ്. ഇവർ ടീം വർക്കിൽ ഇവർ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ പാടില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഒരു തീരുമാനത്തിൽ എപ്പോഴും നിലനിൽക്കണം, സ്വയം ഒരു തീരുമാനത്തിൽ നിൽക്കാൻ പഠിക്കണം. മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇമോഷണലി നല്ല സെൻസിറ്റീവാണ്. പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ പെട്ടെന്ന് കരയും, ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. അതും ഒരു പ്രശ്നമാണ്. അതെന്തായാലും ഇനിയിപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല, കാരണം അതൊക്കെ ജന്മന ഉള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്യ നക്ഷത്രക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എന്തായാലും നല്ല സപ്പോർട്ടും വേണം. അതുപോലെ ലോയൽറ്റി നിങ്ങൾക്ക് നല്ല നിർബന്ധമുള്ള കാര്യമാണ്, കാരണം നിങ്ങൾ അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് സാധ്യത വളരെയും കൂടുതൽ. ഒക്ടോബറിൽ എന്തായാലും ഫ്രണ്ട്ഷിപ്പിന് ഫാമിലീൻ്റെ എന്തായാലും നീഡ്സ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടാവും. പ്രൊജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. പ്രണയത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഡൗട്ട്സ് ഒക്കെ എന്തായാലും അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടാവും. അന്ന് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടില്ല. ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറേ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇമോഷണലി ടെൻഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. സ്ലീപ്പ് ആൻഡ് സ്ട്രെസ്സും നിങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. സപ്പോർട്ടും ലോയൽറ്റി എന്തായാലും നിങ്ങളുടെ ഒരു താക്കോല് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യുകയുള്ളൂ. ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അപ്രീസിയേഷൻ എന്തായാലും കിട്ടും. കൊളീഗിൻ്റെ നിന്നാണ് അപ്രീസിയേഷൻ കിട്ടുക. ചെറിയൊരു റെക്കമെൻഡേഷനൊക്കെ എന്തായാലും ഉണ്ടാവും. ബിസിനസ്സിൽ പരമായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. പക്ഷെ പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും കോർപ്പറേറ്റിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ ക്രിയേറ്റീവ് ഫീൽഡിലാണെങ്കിൽ കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് വരും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഗ്രാജ്വലി നവംബർ അവസാനമാകുമ്പോൾ കുറച്ച് ഇൻക്രീസ് കാണാറുണ്ട്, എന്നാലും ഇത് സ്റ്റേബിൾ ആയിരിക്കും. ടാസ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിർത്തുക, സ്വയം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സക്സസ് ഉണ്ടാവും. പ്രണയത്തിൽ നിങ്ങൾക്ക് എന്തായാലും പഴയ ക്രഷ് വരാൻ സാധ്യതയുണ്ട്. അതൊരു പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് എന്തായാലും വരും. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇരിപ്പ് പോലെ ഇരിക്കും. അതുപോലെ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ ബോണ്ടിങ് എന്തായാലും സ്ട്രെങ്തിങ് ആണ്. ആ പ്രശ്നമൊന്നുമില്ല. ഓവർ ഡിപ്പെൻഡൻ്റ് ആവരുത്, ജലസ് ആവരുത്, പാർട്ട്ണറോട് ഒരുപാട് അപേക്ഷിക്കരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലിയിൽ എന്തായാലും അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇൻക്രീസ് ആവും. ഇമോഷണലി ടാക്ക് ചെയ്ത എന്തായാലും റിലേഷൻഷിപ്പിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഡിപ്പെൻഡ് ആവാം, പക്ഷെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് കളയാതെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും. ലോയൽറ്റി എന്തായാലും കിട്ടും. ചാമായതും കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ നോട്ടീസ് ചെയ്യാനും സാധ്യതയുണ്ട്. കോൺഫിഡൻസ് നിങ്ങളുടെ എന്തായാലും ഇൻക്രീസ് ആവും. ലോയൽറ്റിക്ക് വാല്യൂ എന്തായാലും നിങ്ങൾ കൊടുക്കും, പക്ഷെ
അത്രയും തന്നെ സെൽഫ് റെസ്പെക്റ്റിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ പെൻഡിങ് മണി എന്തായാലും ക്ലിയർ ആവും. സ്റ്റഡി ആയിട്ട് ഒരു ഇൻകം വരുന്നതും കൊണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് പറ്റും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതെ ഇരുന്നാൽ മാത്രം മതി. ഗോൾഡിലോ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഫേവറബിൾ ആയിട്ടുള്ള ഒരു മന്ദമാണ്. വെള്ളിയാഴ്ചകളിൽ ശുക്രമന്ത്രം ജപിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇമോഷണൽ ടെൻഷന്, ഹെഡേക്ക്, ഡൈജഷൻ പ്രോബ്ലം എന്തായാലും ഉണ്ടാക്കും. സ്ലീപ്പിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓവറാൾ നിങ്ങൾക്ക് എന്തായാലും ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും നവംബറിൽ അത്ര കാണുന്നില്ല. അല്ലെങ്കിൽ വെള്ള ഔട്ട്ഫിറ്റ് വെള്ളിയാഴ്ചകളിൽ ധരിക്കുക. അത് നിങ്ങളുടെ ചാം എന്തായാലും എടുത്ത് കാണിക്കാൻ എന്തായാലും സഹായിക്കും. നിങ്ങൾ ലോയലും ആണ്, സ്മാർട്ടായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പും കരിയറും എന്തായാലും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാരൻ ഇവൻ ശരിക്കും പറഞ്ഞാൽ വ്യാഴമാണ്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ നല്ല പവർഫുള്ളാണ്, നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങൾ നല്ല ആംബിറ്റീസ് ആണ്. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ അതോറിറ്റി കീപ്പ് ചെയ്യണവരാണ്, നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, നല്ല ധൈര്യമുണ്ട്, നിങ്ങൾ നല്ല ലോയലും കൂടിയാണ്. നിങ്ങളുടെ വീക്ക്നെസ് പറയുന്നത് നിങ്ങളുടെ ഈഗോ ആണ്. നിങ്ങളുടെ ഈഗോ നിങ്ങളെ നല്ലോണം തളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് പ്രൈഡ് ചെയ്യാറുണ്ട്. ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള വിചാരമൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ ചവിട്ടി താഴ്ത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡൗൺ ആവാറുണ്ട്. നിങ്ങൾ പൊതുവെ പ്രൊട്ടക്റ്റീവ് ആണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുക. അതുപോലെ ഞാൻ സീനിയറാണ്, ഞാൻ ഇത് ലീഡ് ചെയ്യും എന്ന ആറ്റിറ്റ്യൂഡ് ഒക്കേഷനിൽ ഉള്ളതുകൊണ്ട് കുറേ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒക്ടോബർ മാസത്തിൽ എന്തായാലും വർക്ക്, കരിയർ, റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ പോയിട്ടുണ്ടാവും. അതുപോലെ ഫാമിലി, സോഷ്യൽ പ്രഷർ എന്തായാലും അതൊക്കെ എന്തായാലും കുറേയൊക്കെ തരണം ചെയ്തിട്ടുണ്ടാവും. ഇമോഷണൽ ടെൻഷൻ, മൈനർ ഡിസ്പ്യൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോളറേറ്റ് ഉണ്ടാവും. പക്ഷേ ഈഗോ ക്ലാഷസ് ആണ് മിക്കപ്പോഴും വിനയായിരിക്കുന്നത്. സ്ട്രെസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്നിവ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേഷ്യൻസും കാമും എന്തായാലും വേണമെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണിച്ച ഒക്ടോബർ അവസാനം വന്നിട്ടുണ്ടാവും. ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് എന്തായാലും ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഓപ്പർച്യൂണിറ്റീസ് സന്തോഷത്തോടെ സ്വീകരിക്കുക. പറ്റുന്ന പണിയാണെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് പറയാൻ പഠിക്കുക. ബിസിനസ്സുപരമായിട്ട് പ്രോഫിറ്റിലേക്കുള്ള ഒരു ഡീൽ എന്തായാലും നടക്കും. അതുപോലെ സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണ് സ്ട്രാറ്റജി എന്തായാലും നിങ്ങൾ പേഴ്സണലി നല്ല രീതിയിൽ നോക്കേണ്ടത്. ഗവൺമെൻറ് അതോറിറ്റി റോൾസ് ഉള്ളവർക്കൊക്കെ നല്ല ഫേവറബിൾ ആണ്. അതുപോലെ സാമ്പത്തികം നോക്കണ ഗ്രാജ്വലി നിങ്ങൾ എന്തായാലും ഉയർന്നു മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഈഗോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സക്സസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അറ്റൻഷൻ കിട്ടും. കൂടുതലും പ്രായത്തിന് കുറവുള്ള പാർട്ട്ണറാണ് നിങ്ങളെ അറ്റൻഷൻ തരിക. പ്രണയത്തിലാണെങ്കിൽ ലോയൽറ്റി, അതുപോലെ സത്യസന്ധത കാണിക്കുമ്പോൾ നിങ്ങളുടെ ബോണ്ട് എന്തായാലും സ്ട്രെങ്തൻ ചെയ്യും. ഈഗോ ക്ലാഷസ് എന്തായാലും മാനേജ് ചെയ്യണം. പരമാവധി ഈഗോ ക്ലാഷസ് ഇല്ലാതാക്കുക. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ ഫിനാൻഷ്യൽ ഹൗസ് ഹോൾഡ് ഡിസ്കഷനൊക്കെ എന്തായാലും നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ പോവുകയുള്ളൂ. പ്രണയത്തിൽ നിങ്ങൾ പ്രൊട്ടക്റ്റാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഡൊമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് എന്തായാലും നല്ല സ്ട്രോങ് ആയിരിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തായാലും നിങ്ങൾ സൈൻ ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് നല്ല ഹൈ ആയിരിക്കും. അതുപോലെ ലീഡ് ചെയ്ത് നിൽക്കുക, അതൊക്കെ കണ്ടിന്യൂ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണി എന്തായാലും ക്ലിയർ ആവും. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഭാവിയിൽ പ്രോഫിറ്റബിൾ ഉണ്ടാവും. അല്ലെങ്കിൽ നവംബറിൽ പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അൺനെസസറി ലോൺസ് എടുക്കരുത്, അത് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഗോൾഡ്, പ്രോപ്പർട്ടി പ്ലാനിങ്, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ എന്തായാലും ഫേവറബിൾ ആവുക തന്നെ ചെയ്യും. സ്ട്രെസ് റിലേറ്റഡ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തലവേദനയാണ് മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ BP കൂടിയും കുറയാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഓവറാൾ സ്റ്റാമിന എന്തായാലും നല്ല സ്ട്രോങ് തന്നെയായിട്ടാണ് കാണുന്നത്. ഞായറാഴ്ചകളിൽ പർപ്പിളോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂവോ ഡ്രസ്സ് നിങ്ങൾ എന്തായാലും ഔട്ട്ഫിറ്റ് വ്യാഴാഴ്ചകളിൽ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണമുണ്ടാവും. വിശാഖ നക്ഷത്രത്തിൻ്റെ അധിപൻ ശരിക്കും പറഞ്ഞാൽ വ്യാഴമാണ്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ആംബിറ്റിയസ് ആണ്, ഡിപ്ലോമാറ്റിക് ആണ്, ഡിറ്റർമൈൻഡ് പേഴ്സൺ ആണ്. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ട്,
നല്ല വിസ്ഡം ഉണ്ട്, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളൊരു ഇമോഷണൽ ഹ്യൂമൻ ബീയിങ് ആണ്. സാമൂഹികപരമായിട്ടൊക്കെ നല്ല കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും, കുറച്ച് ഈഗോ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഇംപേഷ്യൻറ്റും ആണ്. വിശാഖ നക്ഷത്രക്കാർ കുറച്ച് ഗോൾ ഓറിയൻറ്റഡും ആണ്. പോരാത്തതിന് ലോങ് ടേം പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് വേണം എന്നൊരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഇത് കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് അതെന്തായാലും മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബറിൽ കരിയറിൽ പ്രഷർ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ടാവും. അന്ന് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസം എന്തായാലും വന്നിട്ടുണ്ടാവണം. അങ്ങനെ അല്ല ഓർഡർ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പ്രഷർ കൂടിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഡൗട്ട്സ് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും. ഈഗോ ക്ലാഷസും കുറച്ച് വലിയ പ്രശ്നമൊന്നും ഒന്നും ആയിട്ടുണ്ടാവില്ല, അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ജാതകപ്രകാരം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അതെല്ലാം കൊളാപ്സ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാം ആവണം, ഫോക്കസ്ഡ് ആവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഈ നവംബർ പ്രകാരം ജോലിയിൽ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ ഉണ്ട്, ന്യൂ റെസ്പോൺസിബിലിറ്റീസും എന്തായാലും ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ പറ്റും എന്ന് പറയുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതിലെന്തോ വന്നോട്ടെ അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ് നിങ്ങൾക്ക് നവംബറിൽ വരിക. അല്ലാണ്ട് പ്രോഫിറ്റ് എന്തായാലും നവംബറിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നെറ്റ്വർക്കിംഗ് സ്ട്രോങ് ആക്കുക. നെറ്റ്വർക്കിംഗ് സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണ ഒരു മാസമാണ്. അത് കുറച്ച് നല്ലതായിട്ടേ വരുള്ളൂ ഭാവിയിൽ. അത് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻക്രീസ് തന്നെയാണ് കാണുന്നത്. സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ എന്തായാലും ദോഷം ചെയ്യുകയുള്ളൂ. റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ന്യൂ അട്രാക്ഷൻ ഉണ്ടാവും. പാസ്റ്റ് കണക്റ്റ് ഉണ്ടാവും. അത് അത്ര ഉറപ്പില്ല, എന്നാലും വരാൻ സാധ്യതയുണ്ട്. പ്രണയത്തിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത് എന്തായാലും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോഴും നിങ്ങൾ ഈഗോ കാണിക്കുകയാണ്, ക്ഷമയില്ലായ്മ കാണിക്കുകയാണെങ്കിൽ അതെന്തായാലും മാനേജ് ചെയ്യണം. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഫാമിലി ഹാർമോണി എന്തായാലും ഇമ്പ്രൂവ് ആവും. അതുപോലെ സപ്പോർട്ടീവ് കോൺവെർസേഷൻ, സ്ട്രെങ്ത് ആൻഡ് റിലേഷൻഷിപ്പ് അതൊക്കെ എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, മനസ്സോർന്ന് സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ എന്തായാലും നല്ല മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ പേഷ്യൻസ് കാണിക്കുകയാണെങ്കിൽ, അതായത് ക്ഷമ കാണിക്കുകയാണെങ്കിൽ ആർഗ്യുമെൻറ്റ്സിൽ എന്തായാലും വിൻ ചെയ്യും, നന്നായിട്ട് തന്നെ പോവുകയുള്ളൂ. അവളുടെ പേഴ്സണൽ ലൈഫ് എന്തായാലും കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് നവംബർ. മൈൻഡ് ക്ലാരിറ്റി എന്തായാലും ഇൻക്രീസ് ചെയ്യും. ലോങ് ടേം ഗോൾസിൽ നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതുപോലെ സാമ്പത്തികം നോക്കുകയാണെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഇൻകമൊക്കെ എന്തായാലും വരും. അതായത് കൊടുത്ത പണമൊക്കെ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ഒക്കെ നല്ല ഫേവറബിൾ ആണ്. ആവശ്യമില്ലാത്ത ലക്ഷറി ഐറ്റംസ്, ഇമ്പൾസീവ് എക്സ്പെൻസീവ് ഒന്നും വരുത്തരുത്, അതൊന്നും യൂസ് ഉണ്ടാവില്ല. ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തായാലും നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. വ്യാഴാഴ്ചകളിൽ നിങ്ങൾ വ്യാഴമന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗ്രോ ചെയ്യാൻ എന്തായാലും പറ്റും. ഹെഡ് ഏക്ക് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. സ്ട്രെസ്സും നിങ്ങൾക്ക് എന്തായാലും നവംബറിൽ ഉണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസും കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രോപ്പർ ഡയറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഫിസിക്കലി യു ആർ ഫിറ്റ്, സ്റ്റാമിനയൊക്കെ ഇൻക്രീസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്തം നക്ഷത്രക്കാർ പൊതുവെ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് കാര്യം എടുത്താലും കൃത്യമായി പ്ലാൻ ചെയ്ത് എന്തായാലും നിങ്ങൾ തീർക്കും. ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഒരു ഗ്രൂപ്പിനെയോ ഒരു കുടുംബത്തിനെയോ ഒന്ന് യുണൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കഴിയും. ഒരു റോയൽ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക. സെൽഫ് റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി അതൊക്കെ നല്ല സ്ട്രോങ്ലി ഉള്ളവരാണ്. മറ്റുള്ളവരെ എന്തായാലും ജെന്യൂനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നല്ലൊരു സഹജീവിയാണ് നിങ്ങൾ. ബന്ധം നല്ല സ്ട്രോങ്ലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. സ്ട്രോങ് മൈൻഡ് സെറ്റാണ്. ഉയരണം, അതാണ് ലൈഫ് ഗോള്. അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് ഗോൾ. അതുകൊണ്ട് പ്രശ്നമില്ല.
പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യും. ഫാൻറ്റസി കുറച്ച് ലൈഫ് ഗ്രൗണ്ടിൽ നിന്ന് ഹാൻഡിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഈഗോ ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും ഞാനെന്ന വിചാരമുണ്ട് ഡോമിനേറ്റ് ചെയ്യും. അത് വീക്ക്നെസ് ആണ്. ഞാനെന്ന വിചാരമുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. അത് വീക്ക്നെസ് ആണെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഒരു കൺട്രോൾഡ് നാച്ചറാണ്. പ്രണയം ഉണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് കൺട്രോൾ ചെയ്യരുത്, സംശയരോഗം ഉണ്ടാവും, അത് വേറെ പ്രശ്നങ്ങളിൽ എത്തും. അതുപോലെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലാണ്. അങ്ങനെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതൽ പാടില്ല. അത് നിങ്ങൾക്ക് ഹേർട്ടാവും നിങ്ങളെ. അതൊരു പ്രശ്നമാണ്. ലക്ഷറിയിൽ നല്ല അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് ലക്ഷറി ഒരുപാട് മോഹിക്കരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ലക്ഷറി വരും. അതിനു വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഹേർട്ടാവും. അതും കുറച്ച് നിങ്ങളുടെ പ്രശ്നമാണ്. പ്രണയത്തിലാണെങ്കിൽ പാർട്ട്ണറിൻ്റെ നിന്ന് ഒരു റെസ്പെക്റ്റും ലോയൽറ്റി എന്തായാലും നിങ്ങൾ എക്സ്പെക്റ്റ് നന്നായിട്ട് ചെയ്യും. റെസ്പെക്ട് നല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് റെസ്പെക്റ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് അവർ ഇരിക്കണത് കൊണ്ടാണ്. എന്ന് വെച്ചിട്ട് ചവിട്ടി താഴ്ത്തുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കാനും പാടില്ല. അതുപോലെ റൊമാൻസ് ഒക്കെ കുറച്ച് സ്ലോ ആയിരിക്കും. ഒരു ഡീപ്പ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും. സെൽഫ് റെസ്പെക്റ്റ് ഹേർട്ടാവുന്നവർക്ക് എന്തായാലും സെക്കൻഡ് ചാൻസ് എന്തായാലും നിങ്ങൾ കൊടുക്കില്ല. അതുപോലെ തന്നെ നല്ല സ്റ്റേബിളാണ്. കമ്മിറ്റഡ് വിത്ത് ഫാമിലി ലൈഫും അതിലെന്തായാലും നിങ്ങൾ നല്ല എയിം ചെയ്യും. കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, HR, പൊളിറ്റിക്സ്, ബിസിനസ് ലീഡർ റോൾസ് ഒക്കെ നിങ്ങൾക്ക് നല്ല സ്യൂട്ട് ആവാറുണ്ട്. ലോ, ഫിനാൻസ്, ഹാർട്ട്, ഗവൺമെൻറ് ജോബ് എല്ലാം നല്ലത്. ഫെയിം ആൻഡ് റെക്കഗ്നിഷൻ ഗ്യാരണ്ടീഡ് ആണ്. അവർ ഹമ്പിൾ ആണെങ്കിൽ മാത്രം. നവംബർ 8 തീയതി, 11, 17, 24, 29 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നെയാണ്. 6 തീയതിയും 15 തീയതിയും നിങ്ങൾക്ക് നല്ല ജാഗ്രത വേണം. ആ സമയത്ത് നിങ്ങൾ നെഗോസിയേഷനിൽ പോയാൽ നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ടേ വരാറുള്ളൂ. നവംബർ മാസത്തിൽ എന്തായാലും സെൽഫ് റെസ്പെക്റ്റ് നിലനിർത്തി മുന്നോട്ട് പോകുന്നത് നല്ലത്. അത് ഈഗോ ആയിട്ട് മാറാണ്ടിരുന്നാൽ മതി. ഇതെന്തായാലും വലിയൊരു സക്സസ്സിലേക്കും ഒരു മനസമാധാനത്തിലേക്കും മാത്രമേ പോവുകയുള്ളൂ. കരിയർ പരമായിട്ട് ജോലി സ്ഥലത്ത് പുതിയ അവസരങ്ങൾ എന്തായാലും വരാൻ സാധ്യതയുണ്ടാവും. ഹയർ അതോറിറ്റീൻ്റെ ഒരു റെക്കഗ്നിഷനൊക്കെ എന്തായാലും കിട്ടും. പെൻഡിങ് ഒക്കെ ആയിട്ടുള്ള പ്രോജക്റ്റ് എന്തായാലും സ്പീഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നല്ലൊരു സമയമാണ്. ഓഫീസ് പൊളിറ്റിക്സ് എന്തായാലും ശ്രദ്ധിക്കണം. ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതായത് പോയ കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ വലിയ മടുപ്പൊന്നും വേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെന്റിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് എന്തായാലും സ്റ്റഡി ചെയ്യണം. ഫാമിലി എക്സ്പെൻസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതെന്തായാലും ഈ മാസം സോൾവ് ചെയ്യാം. അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും. അവർ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായ മാത്രം മതി. സിംഗിൾ ആണെങ്കിൽ ക്യൂട്ട് കണക്ഷൻ ലൈഫ് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 20 തീയതി വരെ നോക്കിയാൽ മതി. അതിന് ശേഷം ഇല്ലെങ്കിൽ എന്തായാലും നവംബർ മാസത്തിൽ അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷ വെക്കേണ്ട ആവശ്യമില്ല. മാരീഡ് ആണെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ ബാക്ക് പെയിന്, നെക്ക് പെയിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ഉറക്കത്തിലൂടെ തന്നെ കറക്റ്റ് ആക്കാനും പറ്റും. അതുപോലെ ലോങ് ടേം പ്ലാനിങ് തുടങ്ങാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് മന്താണ്. ട്രാവൽ ചെയ്യുന്ന കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ക്രിയേറ്റീവ് ഐഡിയാസ് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. സ്വഭാവം നിങ്ങൾ കുറച്ച് ഇമോഷണലാണ്, പക്ഷെ ലോജിക്കോടെ നിങ്ങൾ ചിന്തിക്കും. അതുപോലെ നിങ്ങൾ സെൻസിറ്റീവാണ്. അതുകൊണ്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഒരു ഇൻഡ്യൂഷനിൽ തന്നെ ഉറച്ചു നിൽക്കണം കൊണ്ട് അതിലെന്തായാലും സക്സസ് ഉണ്ടാവും. നല്ല കെയർ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇമോഷണലി നല്ല ഡെപ്ത് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും. നിങ്ങൾ സ്വതുവേ നല്ല കോടീശ്വരന്മാരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പട്ടിണിയിൽ മരിക്കില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർ തിങ്കേഴ്സാണ്. ഓവറായിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. അതിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ മൂഡ് സ്വിങ്സും ഉണ്ടാവും. നല്ല രീതിയിൽ ജലസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതിലിപ്പോൾ വലിയ മാറ്റം വരുത്താനൊന്നും പറ്റില്ല, കാരണം അത് ഇൻബോണായിട്ട് കിട്ടിയതാണ്. അതിനിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കണം വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഉത്തമം. ചോയ് നക്ഷത്രക്കാർ പൊതുവെ കെയറിങ്, ഹാർട്ട് ഫെൽട്ട്, റിലേഷൻ, പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവരാണ്. എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണം എന്നുള്ള വിചാരം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വേണം വെച്ചിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഡൗട്ട്സ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് എല്ലാം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് പോയിട്ട് അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അതുപോലെ
വർക്ക് സ്റ്റഡി ഫോക്കസ് റെക്യൂർഡ് അതൊക്കെ എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ടാവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും അത് വന്നിട്ടുണ്ടാവും, അതൊക്കെ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓവർ തിങ്കിങ് കോസ് സ്ട്രെസ് ഒക്കെ ഉണ്ടായത് അതൊക്കെ എന്തായാലും മാറിയിട്ടുണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് പിന്നെ കാര്യമാക്കാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒക്ടോബറിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും ഇമോഷണൽ ബൗണ്ടറീസ് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത്. നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നല്ല വർക്കിൽ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്സിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഒരു പുതിയ കണക്ഷൻ അല്ലെങ്കിൽ പുതിയ കണക്ഷനൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനും പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായാലും സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലോ ആണ്, പക്ഷെ സ്റ്റഡി ആയിട്ട് തന്നെ പോവുകയുള്ളൂ. ഇൻഡ്യൂഷൻ ബേസ്ഡിലാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഒപ്പം തന്നെ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു റൊമാൻറ്റിക് കണക്ഷൻ നിങ്ങൾക്ക് പോസിബിൾ ആണ്. പഴയൊരു ക്രഷ് നിങ്ങളെ റീവിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രഷ് റീവിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ സംസാരം തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിർബന്ധമായിട്ടും പറയണം, അത് ഒളിച്ചു വെക്കരുത്. പാർട്ട്ണർ എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ വേണിച്ച വീണ്ടും അവരുടെ അടുത്ത് സംസാരിക്കുക, പക്ഷെ അത് പാർട്ട്ണറുടെ അടുത്ത് ലോയലായിട്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. പ്രണയപരമായിട്ട് പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇൻക്രീസ് ആവും. ഓവർ തിങ്കിങ് എന്തായാലും അവോയ്ഡ് ചെയ്യണം. ജലസി എന്തായാലും അവോയ്ഡ് ചെയ്യണം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും, നല്ല കെയറിങ്ങും ഉണ്ടാവും, അതെന്തായാലും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഫാമിലി ഡിസ്കഷനൊക്കെ നല്ല മധുരമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും പോവും. ഹൃദയം കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്, പക്ഷെ ആ സമയത്ത് അതെന്തായാലും ഇമോഷണലി ഡൗൺ ആവാനും സാധ്യത വളരെ കൂടുതലാണ്. മൈൻഡിലെ ക്ലാരിറ്റി എന്തായാലും ഇമ്പ്രൂവ് ആവും. ഇൻഡ്യൂഷൻ എന്തായാലും കറക്റ്റും ആവും. ഇമോഷണൽ ഇൻ്റലിജൻസ് ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ് നവംബർ. ലേസിനെസ് കുറച്ച് കമ്മിയാവും, അതുകൊണ്ട് ആക്ഷൻ നന്നായിട്ട് എടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസ് വേണം, എനിക്കിപ്പോൾ വളരണം എന്നൊരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നവംബറിൽ അത് കുറച്ച് കൂടുതലുമായിരിക്കും. പെൻഡിങ് ആയിട്ടുള്ള മണി എന്തായാലും ക്ലിയർ ആവും. സൈഡ് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് വേറെ പുതിയത് വരുന്നുണ്ട്. കടം കൊടുക്കരുത്. റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും നവംബറിൽ വേണ്ട. അതുപോലെ ഗോൾഡ് ആൻഡ് സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. തിങ്കളാഴ്ചകളിൽ ചന്ദ്രനെ പ്രയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. തലവേദന എന്തായാലും നവംബറിൽ ഉണ്ടാവും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. സ്റ്റാമിന ആരോഗ്യപരമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല, എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് തന്നെ ആയിരിക്കും. നിങ്ങൾ എന്തായാലും വെള്ള അല്ലെങ്കിൽ സിൽവർ ഔട്ട്ഫിറ്റ് മൺഡേ എന്തായാലും ധരിക്കണം. ആർക്കെങ്കിലും പാല് ദാനം ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ജലസി ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യണതും അവരായിട്ട് മാറി നിൽക്കുന്നതും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഇമോഷണൽ ഇൻ്റലിജൻസ് പ്ലസ് കാം ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രണയത്തിലും കരിയറിലും പേഴ്സണൽ ഗ്രോത്തിലും ഒരു സക്സസ് നിങ്ങൾക്ക് നവംബറിൽ കാണാൻ പറ്റും. ചിത്തിര നക്ഷത്രത്തിൻ്റെ അധിപതി മാർസ് ആണ്, അതായത് ചൊവ്വ. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല എനർജറ്റിക് ആണ്, ആംബിറ്റിയസ് ആണ്, നല്ല ഡിറ്റർമിനേഷൻ ഉള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ധൈര്യം തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, നല്ല ഫോക്കസ് ഉണ്ട്, നല്ല അഡ്വഞ്ചറാണ്. പോരാത്തതിന് നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും നന്നായിട്ട് കഴിയും. അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഇമ്പൾസീവ് ആണ്, ദേഷ്യവും പെട്ടെന്ന് വരും. റെസ്റ്റ് എടുക്കാണ്ട് നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരും. അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ നല്ല അഡ്വഞ്ചർ, ചലഞ്ച്, റിസ്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങൾ എനിക്ക് പിന്തുണ നൽകണം എന്നൊരു മൈൻഡ് സെറ്റാണ് ഇവർക്ക് പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങളുടെ കരിയറിൽ നല്ല ചലഞ്ചസ് ഉണ്ടായി, റിലേഷൻഷിപ്പിൽ നല്ല ഡൗട്ട് ഉണ്ടായി, ഈഗോ ക്ലാഷസ് ഉണ്ടായി, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് വന്നു, ട്രാവൽ മൊമെൻറ്റ്സ് റെക്കോർഡ് അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ദേഷ്യവും വന്നു. ഭയങ്കര ഇംപേഷ്യൻ്റ് ആയതും കൊണ്ടും നിങ്ങൾക്ക് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ അവസാനമാകുമ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് വേണം, എൻ്റെ എനർജി കുറച്ച് സ്മാർട്ടാക്കാൻ എന്നുള്ള വിചാരങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. കരിയർ പരമായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ജോബിൽ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. പുതിയൊരു റെക്കഗ്നിഷൻ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. ബിസിനസ് പരമായിട്ട് നോക്കുകയാകുമ്പോൾ പെട്ടെന്നൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒക്ടോബറിൽ എന്തായാലും വന്നിട്ടുണ്ടാവും. പുതിയ കണക്ഷനും നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും.
ഇനി നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഐഡിയാസ് ഇംപ്ലാന്റ് ചെയ്യുക. സക്സസ് പിറകെ എന്തായാലും വരും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നവംബറിൽ ഗ്രാജ്വലി ഇൻക്രീസ് തന്നെയാണ്. നല്ല കെയർഫുൾ ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുള്ളൂ. വർക്ക് ചെയ്യുമ്പോൾ നല്ല സ്ട്രാറ്റജിയോടെ തന്നെ വർക്ക് ചെയ്യുക. ഓവറായിട്ട് ഡിസ്കസ് ചെയ്യണതൊക്കെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. റിലേഷൻഷിപ്പ് പരമായിട്ട് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയ അട്രാക്ഷനൊക്കെ തോന്നും. കോൺവെർസേഷനിൽ ഏർപ്പെടുക. എന്തായാലും അതിലൊരു തീരുമാനമൊന്നും പെട്ടെന്ന് എന്തായാലും ആവില്ല. പ്രണയത്തിലാണെങ്കിൽ പാർട്ട്ണറുടെ സപ്പോർട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. ഈഗോ മാറ്റണം. അതുപോലെ തന്നെ ക്ഷമയില്ലായ്മ അതൊന്ന് ശരിക്കും പറഞ്ഞാൽ മാനേജ് ചെയ്തേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഒരുപാട് സമയം സംസാരിക്കണത് എന്തായാലും ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ട്രിപ്പൊക്കെ പോകുന്നത് എന്തായാലും റിലേഷൻഷിപ്പിൽ സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ ആർഗ്യുമെൻ്റ് കൺട്രോൾ ചെയ്യുക. അവരായിട്ട് ഡോമിനേറ്റ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ വിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രണയം എന്തായാലും കൊളാപ്സ് ആവുകയേ ചെയ്യുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തായാലും മൈൻഡ് പവർ കുറച്ചും കൂടി സ്ട്രോങ് ആവും. അതുപോലെ അഡ്വഞ്ചറൊക്കെ ആകുമ്പോൾ നല്ലൊരു ധൈര്യത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ലേസിനെസ് എന്തായാലും ഇല്ലാണ്ടാവും. കുറച്ച് ആക്റ്റീവായിട്ടുള്ള മാസം തന്നെയാണ് എന്തായാലും നവംബർ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും റിസ്ക് എടുക്കുകയും ചെയ്യും, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണിയൊക്കെ നിങ്ങൾ എന്തായാലും ക്ലിയർ ചെയ്യും. കടമെല്ലാം നിങ്ങൾ വീട്ടാൻ സാധ്യതയുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്തായാലും വരും. ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു ടൈമാണ്. പ്രത്യേകിച്ച് സ്വർണത്തിൽ നിക്ഷേപമൊക്കെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. അതുപോലെ ലോൺ എടുക്കുന്നത് പെട്ടെന്ന് ലോൺ കിട്ടണ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തേക്കും. അതെന്തായാലും നിങ്ങൾക്ക് പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ചൊവ്വാഴ്ചകളിൽ ഒരു അമ്പലം വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തായാലും ഹെഡ് ഏക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു തലവേദന വരും. സ്ട്രെസ് പരമായിട്ടുള്ള ടെൻഷൻ എന്തായാലും ഉണ്ടാവും. സ്ലീപ്പ് ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുപോലെ ഫിസിക്കൽ എനർജി നല്ല ഹൈ തന്നെയായിരിക്കും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. വൈകുന്നേരത്തെ നടത്തം നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നവംബറിൽ എന്തായാലും എനർജി നന്നായിട്ട് യൂസ് ചെയ്യണം കൊണ്ട് സ്മാർട്ടായിട്ട് ആക്ഷൻ എടുക്കണം കൊണ്ട് നിങ്ങൾക്ക് സക്സസ്സിനുള്ള ഒരു വഴി കാണും. അതിനുള്ള ഒരു ധൈര്യം എന്തായാലും നിങ്ങൾക്ക് വരും. മൂലനക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നല്ല ഇൻഡിപെൻഡൻ്റ് ആണ്, അഡ്വഞ്ചറാണ്, നല്ല ട്രൂത്ത് സീക്കറാണ്. നിങ്ങൾക്ക് സത്യം കേൾക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം സത്യമൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും നോണയൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പറയാറുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല ഡിറ്റർമിനേഷനാണ്, നല്ല ധൈര്യമാണ്. ഒരു കാര്യം കഴിഞ്ഞാൽ അത് വിട്ടിട്ട് വേറെ കാര്യത്തിലേക്ക് ചാടാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അതെന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. എനിക്ക് സത്യം അറിയാം, എനിക്കെല്ലാം അറിയാം എന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പലപ്പോഴും പുലർത്തണം കൊണ്ട് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. ഒക്ടോബർ മാസത്തിൽ പഴയ സിറ്റുവേഷൻസ്, പഴയ സ്ഥലങ്ങളൊന്ന് റീവിസിറ്റ് ചെയ്യുകയും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതുപോലെ വർക്ക് കരിയർ ചലഞ്ചസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അതൊക്കെ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ കോഷൻ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. സാമ്പത്തികം കഴിഞ്ഞ മാസം ഒക്ടോബർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിടിമുറുക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഡിസിഷൻ കാരണം പലതും പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ മൂല നക്ഷത്രത്തിൽ പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും ലഭിക്കും. പുതിയ റെക്കഗ്നിഷൻ എന്തായാലും ലഭിക്കും. ബിസിനസ് പരമായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഓപ്പർച്യൂണിറ്റി, പ്രോഫിറ്റബിൾ കണക്ഷൻ ഇതെന്തായാലും ഉണ്ടാവും. സ്റ്റാർട്ടപ്പ് സൈഡസിൽ ഗ്രോത്ത് ചാൻസ് ഹൈ ആയിട്ട് തന്നെ ഉണ്ട്. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ കെയർഫുൾ സ്പെൻഡിങ് ആയിരിക്കണം. അതുകൊണ്ട് സ്റ്റഡി എന്തായാലും ഇൻക്രീസ് ആവും. ഒരുപാട് ഡിസ്കസ് ചെയ്യണത് അവോയ്ഡ് ചെയ്യുക. ഡോക്യുമെൻറ്റേഷനും പ്രൂഫും എന്തായാലും നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യുക. റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു പുതിയ അട്രാക്ഷൻ ഉണ്ടാവും. ഓൾഡ് കണക്ഷനും ഉണ്ടാവും. ഇതിപ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിക്കണമെന്നൊക്കെ നിങ്ങൾക്കൊരു വിചാരം എന്തായാലും ഉണ്ടാവും. അതുപോലെ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും ഒന്നും കൂടി ഇമ്പ്രൂവ്സ് ആവും. മൂഡ് സ്വിങ്സ് എന്തായാലും ഒന്ന് കൺട്രോൾ ചെയ്യുക. ആ സമയത്ത് എന്തായാലും ദേഷ്യം മാനേജ് ചെയ്യുക. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇൻക്രീസ് ആവും. അതുപോലെ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകുന്നതും കുറച്ച് സ്ട്രെങ്തൻ ചെയ്യും. കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് ക്ഷമയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൈൻഡ് എന്തായാലും ക്ലാരിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. നല്ല ധൈര്യവും എനർജിയും പീക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് നവംബർ. ലേസിനെസ് എന്തായാലും ഇല്ലാണ്ടാവും. അതുകൊണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ജീവിതം മാറ്റിമറിക്കണ ഒരു
ചലഞ്ചാണ് ഇപ്പോൾ നടക്കുന്നത് എന്നൊരു കാര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഇൻകം എന്തായാലും തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ചെറിയൊരു ഗെയിൻ എന്തായാലും ഉണ്ടാവും, ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവും, ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അതുപോലെ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ അവോയ്ഡ് ചെയ്യണം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നല്ല രീതിയിൽ ഫേവറബിൾ ആവും. ബുധനാഴ്ചകളിൽ എന്തായാലും രാഹു മന്ത്രം എന്തായാലും ജപിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ്, ഹെഡേക്ക്, ഡൈജഷൻ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും. അത് കാരണം ഓവർ തിങ്കിങ് ഉള്ളതും കൊണ്ടാണ്. അത് ഇല്ലാണ്ടാക്കിയാൽ എന്തായാലും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കമ്മിയാവും. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഫിസിക്കൽ എനർജി എന്തായാലും നല്ല രീതിയിൽ ഹൈ ആയിരിക്കും. വൈകുന്നേരം നടക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തായാലും ഇമോഷണലും ഫിസിക്കലി നിങ്ങളെ ബാലൻസ് ചെയ്യാൻ എന്തായാലും നല്ല രീതിയിൽ സഹായിക്കും. നിങ്ങൾ എന്തായാലും ബുധനാഴ്ചകളിൽ കറുപ്പോ അല്ലെങ്കിൽ ഡാർക്ക് റെഡോ ഔട്ട്ഫിറ്റ് ധരിക്കുന്നത് നിങ്ങൾക്കും ആത്മവിശ്വാസവും അതുപോലെ അധികാരവും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നവംബറിൽ ബോൾഡ് ആയിട്ടുള്ള ആക്ഷൻ, ശ്രമ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഭാവിയിലുണ്ടെങ്കിൽ അതെന്തായാലും സക്സസ് ആവുകയുള്ളൂ. പൂരാട നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ്. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റേബിളാണ്. നിങ്ങൾ നല്ല റെസ്പോൺസിബിൾ ആണ്, നല്ല പ്രാക്ടിക്കലുമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ലോയലാണ്, അതുപോലെ നല്ല ഡിറ്റർമിനേഷനുണ്ട്, നല്ല റിലയബിലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ പിടിവാശിക്കാരാണ്, സ്റ്റൂ ബോണാണ്, അതുപോലെ തന്നെ നല്ല ഓവർ തിങ്കിങ് ആണ്. പെട്ടെന്ന് കാര്യങ്ങളോ ചിലപ്പോൾ വാക്കുമാറ്റാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളുമാണ്. അതുപോലെ കൺസിസ്റ്റൻസി ആൻഡ് സെക്യൂരിറ്റി മൈൻഡ് സെറ്റ്, സംടൈംസ് സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആണ്. കൺസിസ്റ്റൻസി ആൻഡ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിസിഷൻ മേക്കിംഗ് കുറച്ച് സാധ്യത എപ്പോഴും കാണാറുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വർക്ക്, കരിയർ ഡ്യൂട്ടീസ് എന്തായാലും കൂടിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ എന്തായാലും സ്റ്റെബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പെട്ട ഒരു സമയമായിരുന്നു. അതുപോലെ ഫിനാൻഷ്യൽ ആർഗ്യുമെൻറ്റ് നിങ്ങൾക്ക് ഒക്ടോബറിൽ വേണ്ടി വന്നു. ഒക്ടോബറിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ടിയിരുന്നത് ഇതുപോലെ പിടിവാശി കാണിക്കാൻ പാടില്ലായിരുന്നു, അതുപോലെ ഓവർ തിങ്കിങ്ങും പാടില്ലായിരുന്നു. മൈനർ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം വന്നു. പോരാത്തതിന് സ്ട്രെസ് ഇഷ്യൂ ഒക്കെയാണ് നമ്മൾ അതിലെന്തായാലും ഉണ്ടാവുക. കൺസിസ്റ്റൻസിയും പോലെ തന്നെ നിങ്ങൾക്ക് ക്ഷമയും പേഷ്യൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്ക് എന്തായാലും റിലേറ്റീവ്ലി ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ബിസിനസ് പരമായിട്ട് സ്റ്റഡി പ്രോഫിറ്റ് എന്തായാലും ഉണ്ട്. ട്രസ്റ്റ് വർത്തി പാർട്ട്ണർഷിപ്പ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. പുതിയ പ്രൊജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ എക്സിക്യൂഷൻ കുറച്ചുള്ളത് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ മാസത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. സാമ്പത്തികപരമായിട്ട് ഗ്രാജുവലി സ്റ്റഡിയാണ്, ഇൻക്രീസ് ആണ്. റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു മീറ്റപ്പ് എന്തായാലും ഉണ്ടാവും. അതെന്തായാലും ട്രസ്റ്റി പാർട്ട്ണർ ആയിരിക്കും. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് അതിന് ഭാവിയിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യും, നല്ല ബോണ്ടിങ് ആണ്. അതുപോലെ പിടിവാശിപരമായിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്തായാലും അവോയ്ഡ് ചെയ്യണം. അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി ഡിസ്കഷൻ നല്ല മധുരമായിട്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ. നല്ല മ്യൂച്വൽ സപ്പോർട്ടും ഉണ്ടാവും. നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങും എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പേഷ്യൻസും അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ക്ഷമ എന്തായാലും ലഭിക്കും. മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. പ്രാക്ടിക്കൽ തിങ്കിങ് എന്തായാലും ഡൊമിനേറ്റ് ചെയ്യാൻ സഹായിക്കും. അതൊക്കെ ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ലേസിനെസ് റെഡ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ആക്ഷൻ കൂടുതൽ എടുത്താൽ മതി. ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്താൽ ലേസിനെസ് വലിയ രീതിയിൽ ഉണ്ടാവില്ല. കൺസിസ്റ്റൻസിയും പേഷ്യൻസും നിങ്ങൾക്കുണ്ടെങ്കിൽ ലോങ് ടേം സക്സസ് എന്തായാലും നവംബറിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണീസ് എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ സൈഡ് ഇൻകം, അതുപോലെ സ്മാൾ ഗെയിൻസ് ഇതെല്ലാം പോസിബിൾ ആവാനും സാധ്യത നന്നായിട്ടുണ്ട്. റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഒന്ന് അവോയ്ഡ് ചെയ്യണം. ഗോൾഡ്, പ്രോപ്പർട്ടി പ്ലാനിങ് എന്തായാലും നല്ല ഫേവറബിൾ ആണ്. ഞായറാഴ്ചകളിൽ എന്തായാലും സൂര്യനെ ജപിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ആരോഗ്യപരമായിട്ട് ഡൈജഷൻ പ്രോബ്ലം, സ്ട്രെസ് പ്രോബ്ലം, അങ്ങനെയുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതുപോലെ സ്ലീപ്പ് പാറ്റേൺ അതെന്തായാലും കുറച്ചൊന്ന് നോക്കണം. ഓവറാൾ സ്റ്റാമിന എന്തായാലും നല്ലത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. രാവിലെ നടക്കുന്നതും എന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. നവംബറിൽ എന്തായാലും പേഷ്യൻസ്, കൺസിസ്റ്റൻസി, സ്മാർട്ട് എഫേർട്ട്
ഇതെല്ലാം സ്റ്റേബിളാണ്. അതുകൊണ്ട് അതൊക്കെ റിവാർഡ് കിട്ടുകയും ചെയ്യും. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാരൻ്റെ അധിപൻ സൂര്യനാണ്. നിങ്ങളുടെ സ്വഭാവം കുറച്ച് ഡിറ്റർമൈൻഡ് ആംബിറ്റീഷനാണ്. അത്യാവശ്യം ഡിസിപ്ലിന് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പാണ്. സ്ട്രാറ്റജിക്കായിട്ട് തന്നെ മുന്നോട്ട് പോകും. നന്നായിട്ട് റിലയബിലിറ്റി ഉള്ളവരുമാണ്. നിങ്ങളുടെ വീക്ക്നെസ് പറയുന്നത് നിങ്ങൾ പിടിവാശിക്കാരാണ്. ഓവറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതൊരു സമയം പാഴാക്കലാണ്. അത്യാവശ്യം അതിൻ്റെ വേണ്ടി റിഗിഡും ഗ്രീഡി മൈൻഡ് സെറ്റും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. നല്ല ഡിസിപ്ലിൻ നിങ്ങൾക്ക് എന്തായാലും ലോങ് ടേം സക്സസ്സിൽ നിങ്ങൾ നല്ല ഫോക്കസ്ഡ് ആണ്. ഞാൻ എന്തായാലും എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എപ്പോഴും പ്രഷർ ചെയ്യാറുണ്ട്. അതെന്തായാലും നല്ലതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ വർക്ക് പരമായിട്ടും കരിയർ പരമായിട്ടും റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അത് ഗുണം ചെയ്തിട്ടുണ്ടാവും. ലോങ് ടേം പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതും ഗുണം ചെയ്തിട്ടുണ്ടാവും. സ്ട്രെസ്സും ഓവർ വർക്കും നിങ്ങളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. അതുപോലെ ഈഗോ ക്ലാഷസും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തായാലും ഉണ്ടായിരുന്നു. കൺസിസ്റ്റൻസി എന്തായാലും വേണം. അതുപോലെ ചെറിയ രീതിയിൽ എഫേർട്ട് ഇടുകയാണെങ്കിലും വലിയ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്ക് പ്രമോഷൻ എന്തായാലും ഉണ്ടാവും. ബിസിനസ്സിൽ ചെറിയൊരു ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. പാർട്ട്ണർഷിപ്പായിട്ട് നല്ല ടേംസിൽ പോവുക. എന്നാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രോജക്റ്റ് ഒരു പുതിയ സ്റ്റാർട്ടപ്പൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാൻ മാത്രം ചെയ്യുക. അതെന്തായാലും നവംബറിൽ ആരംഭിക്കുന്നതിൽ വലിയ അഭിപ്രായം എന്തായാലും ഇല്ല. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ഗ്രാജുവൽ എന്തായാലും സ്റ്റേബിളായിട്ട് തന്നെ പ്രോസസ്സ് പോവുള്ളൂ. റഷായിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്തായാലും അവോയ്ഡ് ചെയ്യണം. പ്ലാനിങ് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തി പാർട്ട്ണർ കിട്ടാൻ സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കുറേ കഴിഞ്ഞിട്ടേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പ്രണയത്തിലാണെങ്കിൽ ബോണ്ടിങ് സ്ട്രെങ്തിങ് ആണ്. പക്ഷെ പിടിവാശി അവിടെയും പാടില്ല. ഒട്ടും ഡിമാൻഡ് ചെയ്യാനും പാടില്ല. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി ഹാർമോണി എന്തായാലും ഇമ്പ്രൂവ് ആവും. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും സ്ട്രോങ്ലി ബോണ്ട് ഉണ്ടാവും. പേഷ്യൻസും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടെങ്കിൽ ഈഗോ എന്തായാലും വലിയ പ്രശ്നം എന്തായാലും ഉണ്ടാക്കുകയില്ല. പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ ഡിസിപ്ലിൻ എന്തായാലും ഇൻക്രീസ് ആവും. മൈൻഡിൽ ക്ലാരിറ്റി എന്തായാലും വരും. കോൺഫിഡൻസ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ലേസിനെസ് ഇല്ലാതാവുന്ന പറയണം. പക്ഷെ നിങ്ങൾ ആക്ഷൻ എന്തായാലും ആദ്യം തന്നെ എടുക്കണം. ചെറിയൊരു എഫേർട്ടും പേഷ്യൻസും ഉണ്ടെങ്കിൽ എന്തായാലും ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണി എന്തായാലും ക്ലിയർ ആവും. സ്റ്റഡി ഇൻകം, സ്മാൾ ഗെയിൻസ് എല്ലാം നല്ല രീതിയിൽ പോസിബിൾ ആണ്. ഇമ്പൾസീവ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്തായാലും അവോയ്ഡ് ചെയ്യണം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നല്ല രീതിയിൽ ഫേവറബിൾ ആണ്. ഞായറാഴ്ചകളിൽ സൂര്യമന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ലഭിക്കുകയുള്ളൂ. ആരോഗ്യപരമായിട്ട് സ്ട്രെസ്സ്, ഓവർ തിങ്കിങ് അല്ല ഹെഡ് ഏക്കിന് കാരണമാവാറുണ്ട്. അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും. ഓവറോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും കാണുന്നില്ല ആരോഗ്യപരമായിട്ട്. അതുകൊണ്ട് നവംബറിൽ ചെറിയ എഫേർട്ട്, അതുപോലെ പേഷ്യൻസ്, അത്യാവശ്യം ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റേബിളായിട്ട് തന്നെ പോകുന്നതാണ്. തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രത്തിൻ്റെ അധിപൻ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രനാണ്. അതുപോലെ നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ അത്യാവശ്യം റെസ്പോൺസിബിൾ ആണ്, ലോയലാണ്, പ്രാക്ടിക്കലാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ഷമ തന്നെയാണ്. അതുപോലെ നിങ്ങൾ നല്ല അതുകൊണ്ട് നിങ്ങൾ നല്ല ഡിറ്റർമിനേഷനും ഉണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും പിടിവാശിയുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ഇമോഷണലി നല്ല സെൻസിറ്റീവ് ആണ്. കാരണം നിങ്ങൾ പെട്ടെന്ന് ചൂടാവും, ചിലപ്പോൾ പെട്ടെന്ന് കരയും, ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ ബേസിൽ തീരുമാനം എടുത്തതിൽ നിങ്ങൾ ഭാവിയിൽ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളൊരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. അതുപോലെ നല്ല ഡിപ്പെൻഡ് ചെയ്യണ ഒരു വ്യക്തിയാണ്. ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആണ്. പക്ഷെ എന്നാലും ബിഹേവിയറിൽ അത് പ്രശ്നമാവാറുണ്ട്. ഡ്യൂട്ടിയിലും ലോയൽറ്റിയിലും നിങ്ങൾ ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കണതും കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ്സാണ് കൂടുതൽ ഉണ്ടാവാറ് റിസൾട്ടായിട്ട്. അല്ലാണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് പേഴ്സണൽ ലൈഫായാലും ശരി, കരിയർ പരമായിട്ടായാലും ശരി. ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് വർക്ക് പരമായിട്ട് കരിയറിലൊക്കെ ഒരു ടാസ്ക് എന്തായാലും നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതുപോലെ ഫാമിലി റിലേഷൻഷിപ്പ് ഡിസ്കഷൻ അതൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുണ്ടാവും.
അതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായിരുന്നു, അതും നിങ്ങൾ അത്യാവശ്യം നടത്തിയിട്ടുണ്ടാവും. ഒക്ടോബറിൽ മൂഡ് സ്വിങ്സ് ഉണ്ടായത് നിങ്ങൾക്ക് എന്തായാലും പ്രശ്നം ഉണ്ടാക്കി. ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ വലിയ ഉറക്കവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒക്ടോബറിൽ ക്ഷമയോടെയും പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് സ്മൂത്തായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ നവംബർ മാസത്തിൽ അങ്ങനെയല്ല. ജോലിപരമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു റെക്കഗ്നിഷൻ എന്തായാലും ഉണ്ടാവില്ല, എന്തായാലും നിങ്ങൾ താഴെപ്പെടും. ഇപ്പം എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക. വേണമെച്ചാൽ അതൊന്നും താഴെ പോകാനേ സാധ്യതയുള്ളൂ. പുതിയൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ള ജോലി പോകാൻ സാധ്യതയുണ്ട് എന്ന് വേണം അതിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരുതാൻ. ബിസിനസ്സിലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല, സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്. റിലേറ്റ് ചെയ്യാനും പറ്റും. പുതിയ പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് പ്ലാൻ മാത്രം ചെയ്യുക, അല്ലാണ്ട് എടുത്തു ചാടി ഇപ്പം എന്തായാലും ഒന്നും തുടങ്ങരുത്. പക്ഷെ നീട്ടി വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിയും ഇരിക്കരുത്. സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഇൻക്രീസ് ആയിട്ട് തന്നെ വരുന്നത്. പക്ഷെ നിങ്ങൾ എന്തായാലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള സമ്പത്തെല്ലാം കളയും, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും സ്റ്റെബിലിറ്റി ആൻഡ് സക്സസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ സിംഗിൾ ആണെങ്കിൽ ഒരു ന്യൂ കണക്ഷൻ പോസിബിൾ ആണ്. അതെന്തായാലും വലിയ കാര്യമൊന്നും എന്തായാലും ഉണ്ടാവില്ല, വെറുതെ ഒന്ന് സംസാരിച്ച് തുടങ്ങും, അല്ലാതെ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും അതിലെന്തായാലും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ എന്തായാലും ബോണ്ടിങ് സ്ട്രെങ്ത് ആവും. അതുപോലെ പിടിവാശി എന്തായാലും കാണിക്കരുത്, അതെന്തായാലും ഭാവിയിൽ പ്രശ്നങ്ങൾ വഷളാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇൻക്രീസ് ചെയ്യും. അതുപോലെ പേഷ്യൻസ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്ഷമയോടെ ഇരുന്ന ആ ബോണ്ടിങ്ങും എന്തായാലും ഭാവിയിൽ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. പേഴ്സണലി നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നവംബറിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ തിങ്കിങ് നിങ്ങൾ എന്തായാലും മറ്റുള്ളവരുടെ നിന്ന് ഡൊമിനേറ്റ് ചെയ്യാനും സഹായിക്കും. അതുപോലെ എനർജി എന്തായാലും ഉണ്ടാവും. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒപ്പം ക്ഷമയും കാണിക്കുകയാണെങ്കിൽ ലോങ് ടേം സക്സസ് എന്തായാലും നവംബർ മുതൽ ഭാവിയിലേക്ക് എന്തായാലും ഉണ്ടാവുന്നതാണ്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കടങ്ങളൊക്കെ തിരിച്ചെന്തായാലും കിട്ടും. സൈഡ് ഇൻകത്തിൽ ചെറിയൊരു മുന്നോട്ടുണ്ടാവും, പക്ഷെ അത് വെച്ചിട്ട് കൂടുതൽ പൈസയൊന്നും എന്തായാലും നിങ്ങൾക്ക് വരികയില്ല. ചെറിയൊരു ഗെയിൻ എന്തായാലും ഉണ്ടാവും. ഈ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, അവോയ്ഡ് ചെയ്യൂ. അതെന്തായാലും നവംബറിൽ ലോസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ ഗോൾഡ് പ്രോപ്പർട്ടി പ്ലാനിങ് എന്തായാലും നല്ല ഫേവറബിൾ ആണ്. എല്ലാ തിങ്കളാഴ്ചയും ചന്ദ്രനെ തൊഴുകുന്നത്, അമ്പലത്തിൽ പോയിട്ട് തൊഴുകുന്നത് എന്തായാലും നല്ലതായിരിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ ചെറിയ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പ് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ഓവറാൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. വൈകുന്നേരം നടക്കുന്നതും എന്തായാലും നല്ലതായിരിക്കും. ചതയ നക്ഷത്രത്തിന്റെ അധിപൻ എന്തായാലും ശുക്രനാണ്. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല ക്രിയേറ്റീവ് ആണ്, ആംബിറ്റിയസ് ആണ്, അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചാമാണ്, ഇൻ്റലിജൻസ് ആണ്, നല്ല ഇന്നോവേറ്റീവ് ആണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ല താല്പര്യമുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നല്ല ഈഗോ ആണ്, നല്ല ഓവർ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ റെസ്റ്റ് എടുക്കില്ല, മറ്റുള്ളവർ നിങ്ങളെ ചതിക്കും, നിങ്ങളും ചതിക്കും. അതുകൊണ്ട് നിങ്ങൾ ചതയാനും ചാൻസ് ഉണ്ട്, ചതിക്കാനും ചാൻസ് ഉണ്ട്, ചതഞ്ഞറിയാനും ചാൻസ് ഉണ്ട്. എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ എന്നിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയാറുണ്ട്. ഒക്ടോബർ മാസത്തിൽ ഓവർ കോൺഫിഡൻസ് കാരണം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല, അത് നിങ്ങൾക്ക് നല്ല പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. മൂഡ് സ്വിങ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് മൈനർ സ്ട്രെസ്സും നിങ്ങൾക്ക് ഒക്ടോബറിൽ നല്ല രീതിയിൽ എന്തായാലും വരുത്തി വെച്ചിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്ടോബറിൽ നിങ്ങൾ ക്ഷമയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും. നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയിൽ ഒരു റെക്കഗ്നിഷൻ കിട്ടും, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും വലിയ രീതിയിൽ ഉണ്ടാവില്ല. പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും. ബിസിനസ്സിൽ എന്തായാലും പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ പാർട്ട്ണർഷിപ്പ് പുതിയത് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ തീരുമാനം പോലെ ആയിരിക്കും, പാർട്ട്ണർ വേണോ വേണ്ടയോ എന്നുള്ളത്. പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് എന്തായാലും, ഇമ്പൾസീവ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. ഈഗോ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ പോവുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ, പാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും സ്ട്രെങ്തനിങ് ചെയ്യുക.
ഈഗോ അതുപോലെ അറ്റൻഷൻ സീക്കിംഗ് ഒന്നും പാടില്ല. ഒരുപാട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും കാട്ടിക്കൂട്ടരുത്, മെസ്സേജ് അയക്കരുത്, പൊസസീവ് ആവരുത്. അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ചെറിയ റൊമാൻറ്റിക് ഗസ്റ്റർ അതൊക്കെ നല്ല ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അത് നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. ഹൃദയം കൊണ്ട് ജയിക്കാൻ നോക്കുക, വെറുതെ വാക്ക് തർക്കത്തിലൂടെ ജയിക്കാൻ ശ്രമിക്കരുത്. അതെന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ നല്ല രീതിയിൽ തന്നെ ദോഷം ചെയ്യും. പേഴ്സണൽ ലൈഫ് മൈൻഡൊക്കെ നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ടാവും, കോൺഫിഡൻ്റ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ ആക്ഷൻ എടുത്ത് എന്തായാലും വിജയിക്കും. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ നല്ല രീതിയിൽ തന്നെ കഴിയും. റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പെക്കുലേഷൻ, അതുപോലെ കടം കൊടുക്കലോ ഒന്നും പാടില്ല. എന്തായാലും തിരിച്ച് കിട്ടില്ല, ഉറപ്പുള്ള ഒരു കാര്യമാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പേഴ്സണൽ ഗ്രോത്തിന് അതെന്തായാലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെള്ളിയാഴ്ചകളിൽ എന്തായാലും ശുക്രമന്ത്രം ജപിക്കുക, അമ്പലം വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആരോഗ്യപരമായിട്ട് സ്ട്രെസ് ഇഷ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് വലിയ രീതിയിലൊന്നും കാണുന്നില്ല. ഉറക്കക്കുറവ് എന്തായാലും ഉണ്ടാവും. മെഡിറ്റേഷനും ഈവനിങ് വാക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും. ക്രിയേറ്റിവിറ്റി, പേഷ്യൻസ്, സ്മാർട്ടായിട്ടുള്ള ചാമ്, ഇതെല്ലാം നിങ്ങൾക്ക് സക്സസ്സിലേക്കുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കും. അവിട്ടം നക്ഷത്രക്കാരൻ്റെ അധിപൻ ശരിക്കും പറഞ്ഞാൽ ചൊവ്വയാണ്, അതായത് മാർസ്. നിങ്ങളുടെ സ്വഭാവം നല്ല എനർജറ്റിക് ആണ്, ആംബിഷ്യസ് ആണ്, നല്ല കോമ്പറ്റേറ്റീവ് ആണ്. കുറേ മത്സര ബുദ്ധി നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാർസിസ്റ്റ് ആയിരിക്കും അവിട്ട നക്ഷത്രക്കാർ കൂടുതൽ. നിങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ കുറച്ച് ലോല ഹൃദയനും കൂടിയാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് പറയണം, നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമുള്ളൂ. കാര്യങ്ങളൊക്കെ എന്തായാലും ലോജിക്കോടെ തിങ്ക് ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഇമ്പൾസീവാണ്, നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾ റെസ്റ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യും. ഇത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവിട്ട നക്ഷത്രത്തിലെ ആൾക്കാർ അത്യാവശ്യം ആക്റ്റീവാണ്, ഗോൾ ഓറിയൻറ്റഡും ആണ്, അഡ്വഞ്ചറും ആണ്. ഞാൻ ലീഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും വിജയം സുനിശ്ചിതമായിരിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഭരിക്കാനും നിൽക്കും. ഇത് പലപ്പോഴും കോൺഫ്ലിക്റ്റിലേക്കും പോവാം, അത് നിങ്ങൾക്ക് സ്ട്രെസ്സും ഉണ്ടാവും. ഒക്ടോബറിൽ കരിയർ പരമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, വർക്ക് ലോഡ് കുറച്ച് കൂടിയിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. റിലേഷൻഷിപ്പിൽ ഈഗോ ഇഷ്യൂ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും, അത് കാര്യമാക്കണ്ട, എന്തായാലും നവംബറിലൊക്കെ ഉണ്ടാവും. ഒക്ടോബറിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് തെറ്റായിട്ട് എന്തായാലും പോയിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുകയായിരിക്കും. സ്ട്രെസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്, മൈനർ ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ എനർജിയിൽ എന്തായാലും മാക്സിമം ഒരു ഗ്രോത്ത് എന്തായാലും ഉണ്ടാക്കാൻ നിങ്ങൾ ഒക്ടോബറിൽ ശ്രമിച്ചിട്ടുണ്ട്. നവംബർ പ്രകാരം ജോലി പ്രകാരം നിങ്ങൾക്ക് പുതിയ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, അത് വേറൊരു തരത്തിൽ മോശമായിട്ടും ഉണ്ടാവും. ബിസിനസ് പരമായിട്ട് പ്രോഫിറ്റ് ആയിട്ടുള്ള ഡീലുകളൊക്കെ നിങ്ങൾക്ക് നടന്നുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എന്തായാലും നല്ല രീതിയിൽ ഗുണം മാത്രമേ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്തെങ്കിലും കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നവംബറിൽ തന്നെ തുടങ്ങുക, ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. നല്ല റിസൾട്ട് നവംബറിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഇൻക്രീസ് ആണ്. കെയർഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുക എന്തായാലും, അല്ലെങ്കിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ആവശ്യമില്ലാത്ത ഡിസ്കഷനൊന്നും ആവശ്യമില്ല, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. മെത്തേഡായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ എന്തായാലും വരും. പാസ്റ്റ് കണക്ഷൻ എന്തായാലും വീണ്ടും റീവിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പാർട്ട്ണറുടെ അടുത്ത് ലോയലായിട്ട് ഇരിക്കുക, അതുമാത്രമേ എനിക്കിപ്പോൾ പ്രത്യേകം പറയാൻ പറ്റുള്ളൂ. പ്രണയത്തിലാണെങ്കിൽ ബോണ്ടിങ് എന്തായാലും സ്ട്രെങ്ത് ഉണ്ടാവും. ഈഗോ പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ ബന്ധം വലിയ പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് എന്തായാലും പോവും. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫാമിലി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യും. ഇമോഷണലി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ്ങും നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ ക്ഷമയും അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ ദേഷ്യവും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ എന്തായാലും പറ്റും. നിങ്ങൾ നല്ല ധൈര്യമുള്ളവരാണ്, അതുപോലെ നിങ്ങൾക്ക് എനർജി നല്ല കൂടുതലാണ്. നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും നവംബറിൽ കുറച്ച് ഓക്കെ ആവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുക, ബോൾഡായിട്ടൊരു ആക്ഷൻ എടുക്കുക. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. കടം കൊടുത്തത് എന്തായാലും കിട്ടും. ചെറിയൊരു അൺഎക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും കുറച്ച് അവോയ്ഡ് ചെയ്തോളൂ.
ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തായാലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്, ഓവർ വർക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് തലവേദന, മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇതെല്ലാം പോസിബിൾ ആവാൻ ചാൻസ് ഉണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി സ്റ്റാമിന എന്തായാലും ഗുഡാണ്, എനർജിക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നവംബറിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യണം. അതുപോലെ നിങ്ങൾ ക്ഷമയും കാണിക്കുക. ചെറിയ എനർജി നിങ്ങൾ നല്ലതായിട്ട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നിഷനും സക്സസ്സും എന്തായാലും ഉണ്ടാവും. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾ നല്ല ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾ നല്ല സോഷ്യലുമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് പറയണത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്, നിങ്ങളെ നല്ല അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ നല്ല ചാമുമാണ്. പക്ഷെ നിങ്ങളുടെ വീക്ക്നെസ് പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കില്ല, നിങ്ങളുടെ ഈഗോ നിങ്ങളെ വളരെ രീതിയിൽ നശിപ്പിക്കാറുണ്ട്. എനിക്ക് ഫ്രീഡം വേണം എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ വർക്ക് പരമായിട്ട് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നന്നായിട്ട് തന്നെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ നല്ലൊരു ടെസ്റ്റിംഗ് എന്തായാലും ഒക്ടോബറിൽ ഉണ്ടാകും, അതിലെന്തായാലും വിജയം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ മൈനർ ഫിനാൻഷ്യൽ ആർഗ്യുമെൻ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതൊക്കെ ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്തതും നിങ്ങൾക്കൊരു പ്രശ്നമായി. ഉറക്കക്കുറവും നിങ്ങൾക്കും എന്തായാലും ഒക്ടോബറിൽ ഒരു പ്രശ്നമായിട്ടുണ്ടാവും. ഈ നവംബറിൽ എന്തായാലും ജോലിപരമായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസിൽ നല്ല രീതിയിൽ തന്നെ ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ബിസിനസ്സിൽ എന്തായാലും നെറ്റ്വർക്കിംഗ്, പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, അതൊക്കെ എന്തായാലും ഫേവറബിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. നവംബറിൽ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിലും തുടങ്ങുന്നതിനൊപ്പം കൊളാബറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. സാമ്പത്തികമായിട്ട് സ്റ്റഡി ഗ്രോത്ത് ആണ്. വെറുതെ ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് കാര്യമില്ല. അതെന്തായാലും സാമ്പത്തികം ഡൗൺ ആക്കുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതുകൊണ്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങൾക്ക് പുതിയൊരു അട്രാക്ഷൻ ഉണ്ടാവും. അത് വലിയ കാര്യവുമില്ല, എന്നാലും കുറേയൊക്കെ മുന്നോട്ട് കുറച്ച് പോവും. പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായാലും ഉണ്ട്. കാരണം മൂഡ് സ്വിങ്സ് ഉണ്ടാവണം കൊണ്ട് വളരെയേറെ പ്രശ്നങ്ങൾ ഒക്ടോബറിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എന്തായാലും പരസ്പരം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കും. അതുപോലെ ഫാമിലി പാർട്ട്ണർ ഡിസ്കഷൻ, ഇതെന്തായാലും ഒന്ന് ബോണ്ട് ഉണ്ടാക്കും. നിങ്ങളുടെ സ്വാതന്ത്ര്യം അതുപോലെ റെസ്പെക്റ്റും എന്തായാലും നിങ്ങളുടെ ഈഗോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സക്സസ്സും ഉണ്ടാവും. ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്തായാലും വെൽത്ത് ഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും ലക്ക് ഉണ്ട്. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നവംബറിൽ ഒഴിവാക്കിക്കോളൂ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഇല്ലാത്തതാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ബുധനാഴ്ചകളിൽ രാഹു മന്ത്രം എന്തായാലും ജപിക്കുക. അതുപോലെ തന്നെ അമ്പലം വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. മൈനർ സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാമിന വലിയ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി ഗുഡ് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ളൊരു സ്റ്റാമിന നിങ്ങൾക്ക് എന്തായാലും നവംബറിലും കിട്ടില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഫ്രീഡം, പേഷ്യൻസ്, സ്മാർട്ട് നെറ്റ്വർക്കിംഗ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഉത്തരട്ടാതി നക്ഷത്രം. ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ അധിപൻ വ്യാഴമാണ്. നിങ്ങളുടെ സ്വഭാവം നല്ല ഡിറ്റർമിനേഷൻ ഉള്ളവരാണ്, നല്ല ആംബിറ്റിയസ് ആണ്, നല്ല ഗോൾ ഓറിയൻറ്റഡും ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല പ്രിസർവേറ്റീവ് ആയിരിക്കും. അതുപോലെ ലീഡർഷിപ്പും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ നല്ല ചാമിങ് ആണ്, എല്ലാവർക്കും നിങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ. നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതും കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ടബ്ബോണാണ്, അതായത് പെട്ടെന്ന് പിടിവാശിയൊക്കെ നന്നായിട്ട് തന്നെ കാണിക്കും. അതുപോലെ ഓവറായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യും, ജയിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവും. അത് മറ്റുള്ളവർ വെറുപ്പ് തന്നെ സൃഷ്ടിക്കാനുള്ളൂ. അതുപോലെ ഈഗോ പ്രോബ്ലം നമുക്ക് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. എനിക്ക് മാത്രം വിജയിക്കണം എന്നൊരു വിചാരമുണ്ട്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. പക്ഷെ അത് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിൽ ചെന്ന് അവസാനിക്കാറുമുണ്ട്. ഒക്ടോബർ മാസത്തിൽ വർക്ക്, കരിയർ, റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും കൂടിയിട്ടുണ്ടാവും. ചലഞ്ചസ്, കോമ്പറ്റീഷൻ അതും കൂടിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഈഗോ ടെസ്റ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ പിടിവാശി കാരണം നിങ്ങളുടെ ക്ഷമയില്ലായ്മയൊക്കെ അതും പ്രശ്നമായിട്ടുണ്ടാവും. മൈനർ സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. ഓവർ തിങ്കിങ് എന്തായാലും ഉണ്ടാവും. ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫേർട്ടും പേഷ്യൻസും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം സക്സസ് എന്തായാലും ഒക്ടോബറിൽ നിങ്ങൾക്ക് അതിനൊരു തുടക്കം എന്തായാലും നിങ്ങൾ കുറിച്ചിട്ടുണ്ടാവും. പക്ഷെ നവംബറിൽ അങ്ങനെയല്ല. ജോബ് പരമായിട്ട് നോക്കുമ്പോൾ ഒരു പ്രൊമോഷൻ കാണുന്നുണ്ട്, പക്ഷെ അത് കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല.
ബിസിനസ് പരമായിട്ട് ഒരു പാർട്ട്നേഴ്സായിട്ട് നല്ല രീതിയിൽ പോവുക, നല്ല പ്ലാനിങ്ങോടെ മാത്രം മുന്നോട്ട് പോവുക. പക്ഷെ താഴ്ന്നു കൊടുക്കരുത്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട് എന്ന് പറയാൻ എന്തായാലും മടിക്കരുത്. പുതിയ സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ലോങ് ടേം ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം ചിലവാക്കുക. ഈഗോ ക്ലാഷസ് എന്തായാലും ഉണ്ടാവും. കെയർഫുള്ളി പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ സിംഗിൾ ആണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് നവംബറിൽ എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നവംബർ 21 തീയതിക്ക് ശേഷമേ എന്തായാലും ഉണ്ടാവുകയുള്ളൂ. പ്രണയത്തിലായവർക്ക് എന്തായാലും കമ്മ്യൂണിക്കേഷൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ പോവും. ഗോൾ ഓറിയന്റഡ് ആയിട്ട് പഠിച്ച് രണ്ടുപേരും വർക്ക് ചെയ്യണതും കുറച്ച് ഗുണം തന്നെ ചെയ്യുള്ളൂ. ഈഗോ ക്ലാഷസ് എന്തായാലും ഉണ്ടാവും. ജയിക്കാൻ ശ്രമിക്കരുത്, അത് പ്രശ്നം എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സെൽഫ് റെസ്പെക്റ്റ് കളയരുത്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി സപ്പോർട്ടിങ് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ബോണ്ട് എന്തായാലും ഉണ്ടാവും. പേഷ്യൻസ് ഉണ്ടാവും, നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുകൊണ്ട് ഈഗോ അതുപോലെ കോമ്പറ്റീഷൻ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ പോകുന്നതായിരിക്കും. ഫോക്കസ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഡിറ്റർമിനേഷൻ എന്തായാലും നല്ല രീതിയിൽ കൂടും. മൈൻഡ് ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും. കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്തായാലും കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ ഫോക്കസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ക്ഷമ എന്നെ വിജയിപ്പിക്കും എന്ന വിചാരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റും. ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം കിട്ടിയ പൈസ ഒന്ന് സേവ് ചെയ്തിട്ട് വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും അവോയ്ഡ് ചെയ്തോളൂ. ലോങ് ടേം പ്ലാനിങ് എന്തായാലും ചെയ്തു വെക്കൂ. അത് മാത്രമേ ഇപ്പോൾ ചെയ്താൽ മതി. വ്യാഴാഴ്ച വ്യാഴമന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ നവംബറിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. കാര്യങ്ങളൊക്കെ മെല്ലെ ചെയ്യുന്നത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആരെങ്കിലും ധൃതി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കാമായിട്ട് മാത്രം ബിഹേവ് ചെയ്യുക. ഫോക്കസ്, പേഷ്യൻസ്, അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എഫേർട്ടൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നവംബറിലും ഒരു സക്സസ് ഉണ്ടാവും. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളെ ജെൻറ്റിലാണ്, കെയറിങ് ആണ്, നിങ്ങൾ കുറച്ച് സ്പിരിച്വലാണ്, നിങ്ങൾ കുറച്ച് ഭക്തിയുള്ളവരൊക്കെ ആയിരിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പാഷനാണ്, നല്ല ഇൻഡ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒടുക്കത്തെ ക്ഷമയാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്. അതുപോലെ നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി വലിയ രീതിയിൽ വരാറില്ല. നിങ്ങൾക്ക് എപ്പോഴും സമാധാനത്തിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്. അതെന്തായാലും നല്ലത് തന്നെയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ റിലേഷൻഷിപ്പിലും ഫാമിലിയിലും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. കരിയറിൽ വർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. ചെറിയൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങളൊക്കെ എന്തായാലും വേണ്ടി വന്നിട്ടുണ്ടാവും. അതെന്തായാലും ചെയ്തിട്ടും ഉണ്ടാവും. ഓവർ സെൻസിറ്റിവിറ്റി, ആങ്സൈറ്റി ഇതൊക്കെ പ്രോബ്ലം ആയിട്ടുണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നല്ല രീതിയിൽ തന്നെ ഒക്ടോബറിൽ വന്നിട്ടുണ്ട്. ഒക്ടോബറിൽ നിങ്ങൾ ഇമോഷണൽ ബാലൻസും പേഷ്യൻസും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കരിയർ പരമായിട്ട് എന്തായാലും റെക്കഗ്നിഷൻ എന്തായാലും കിട്ടും. അതുപോലെ ടീം വർക്കും ഉണ്ടെങ്കിൽ എന്തായാലും നവംബർ മാസത്തിൽ കുറച്ച് നല്ലത് തന്നെയായിരിക്കും. ബിസിനസ്സിൽ സ്റ്റഡി ആയിട്ട് ഗ്രോത്ത് ചെയ്യും. നല്ല വിശ്വാസമുള്ള പാർട്ട്ണറാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, അല്ലാത്തപ്പോൾ മുന്നോട്ട് പോകരുത്. അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യുക. ഒരു പോസിറ്റീവ് ഔട്ട്കം എന്തായാലും ഉണ്ടാവും. സാമ്പത്തികപരമായിട്ട് ഇൻക്രീസ് തന്നെയാണ്. ആവശ്യമില്ലാത്ത ചിലവുകളൊന്നും നിങ്ങളങ്ങനെ വരുത്തി വെക്കാറുമില്ല. ലോങ് ടേം സ്റ്റെബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. സിംഗിൾ ആണെങ്കിൽ പുതിയ കണക്ഷൻ കിട്ടും, അല്ലെങ്കിൽ പഴയ ആൾക്കാർ നിങ്ങളെ റീകണക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പ്രണയത്തിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, സ്ട്രെങ്ത്, ബോണ്ട് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ്, സ്ട്രെങ്ത് ബോണ്ട് ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. ഓവർ സെൻസിറ്റീവ് ആവരുത്. അതുപോലെ മൂഡ് സ്വിങ്സ് എന്തായാലും മാനേജ് ചെയ്യണം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി സപ്പോർട്ടൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. ഇമോഷണലി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. ക്ഷമയും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടെങ്കിൽ ഇമോഷണൽ റിയാക്ഷനും കറക്റ്റായിരിക്കും. മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ ഇൻഡ്യൂഷനും എന്തായാലും ഹൈ ആവും. ഭക്തിമാർഗം കുറച്ച് കൂടാനും സാധ്യതയുണ്ട്. കാമായിരിക്കും, അത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. നിൻ്റെ ക്ഷമ നീ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായാലും നിനക്ക് സക്സസ് ഉണ്ടാക്കുകയുള്ളൂ. പെൻഡിങ് ആയിട്ടുള്ള പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഒരു അൺഎക്സ്പെക്റ്റഡ് ലാഭം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ വേണ്ട. ലോങ് ടേം പ്ലാനിങ് എന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും അമ്പലം വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും.
ചെറിയ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഒക്ടോബറിലുള്ള പോലെ തന്നെ നവംബറിൽ എന്തായാലും ഉണ്ടാവും. ഓവറോൾ നിങ്ങൾക്ക് ഗുഡ് തന്നെയായിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. മോർണിംഗ് വാക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ല ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നല്ല പേഷ്യൻസ് എപ്പോഴും കൊണ്ടുപോവുക, അതുപോലെ ഇമോഷണൽ ബാലൻസ്, സ്മാർട്ടായിട്ട് എഫേർട്ടൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സക്സസ് എന്തായാലും നവംബറിലും കാണാൻ കഴിയും.